നമസ്കാരം, സ്കോർ അക്കാഡമിക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഇന്ത്യൻ എക്കണോമി പഠിക്കുന്നതിന് മുന്നേ, ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിലേക്ക് കയറുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. കുറെ വാക്കുകൾ, എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയാം, കുറെ പുതിയ പുതിയ വാക്കുകൾ നിങ്ങളോട് പരിചയപ്പെടും. ഫാക്ടർ കോസ്റ്റ്, ഫാക്ടർ പേയ്മെന്റ്, അതുപോലെ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, GDP, GNP, അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾക്ക് വരും. ഇനി അങ്ങോട്ട് പോകുന്നതോറും പുതിയ 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 കുറെ വാക്കുകൾ വരും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൺസെപ്റ്റുകൾ ഡീകോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്നിനെ ബാധിച്ചാലോ, ഫാക്ടർ കോസ്റ്റ് കൂടിയാൽ GDP കൂടും, ഇൻഫ്ലേഷൻ കൂടിയാൽ GDP കൂടും, നെറ്റ് എന്താണ്, ഗ്രോസ് എന്താണ്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അവസാനം നമ്മൾ എക്കണോമിയുടെ ചോദ്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാവുള്ളൂ. സോ ആ ഒരു രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എക്കണോമിനെ. സോ എക്കണോമി കാണാതെ പഠിക്കുക അല്ല വേണ്ടത്, എക്കണോമി മനസ്സിലാക്കുക. മനസ്സിലാക്കുന്നതിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്താവും, കാണാതെ പഠിച്ച എഫക്റ്റിൽ എത്തും നമ്മൾ. ഓക്കെ, സോ എക്കണോമി കാണാതെ പഠിക്കുന്നത് മണ്ടത്തരാണ്. എക്കണോമി മനസ്സിലാക്കുക എന്നുള്ളതാണ്, ബാക്കി വിഷയങ്ങളെ പോലെ അല്ല. ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിലും കഥ മനസ്സിലാക്കിയാലും കുറെ ഫാക്ടുകൾ കാണാതെ പഠിക്കേണ്ടി വരും. ജോഗ്രഫി ആണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, എന്നാൽ ലൊക്കേഷൻസും ഡാമുകളുടെ പേര്, വോൾക്കാനോസിന്റെ പേര്, ഇതെല്ലാം കാണാതെ പഠിച്ചേ രക്ഷയുള്ളൂ, വേറെ വഴിയില്ല. പൊളിറ്റി ആണെങ്കിലും ആർട്ടിക്കിളുകളും കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കണം. എക്കണോമിയുടെ കൺസെപ്ച്വൽ ഭാഗത്തിൽ അല്ലെ എക്കണോമി മനസ്സിലാക്കുന്ന ഭാഗത്തിൽ ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഏറ്റവും ബേസിക്കലായിട്ട് തുടങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കിലാക്കുന്ന സ്ഥലം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ കുറെ ടേംസ് നമ്മൾ പുതിയതായിട്ട് പഠിക്കും. അറ്റ വരുമാനം എന്താ, മൊത്ത വരുമാനം എന്താ, അതായത് ഗ്രോസ് ഇൻകം എന്താ, നെറ്റ് ഇൻകം എന്താ, ഘടക വരുമാനം എന്താ, ഓക്കെ, ഘടക ചിലവ് എന്താ, ഫാക്ടർ കോസ്റ്റ്, ഫാക്ടർ പേയ്മെന്റ്, ഫാക്ടർ സർവീസ്, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഇൻവോൾവ് ആയിട്ട് വരും. സോ ഇങ്ങനെ നമ്മൾ അതിന്റെ കഥ മൊത്തം പഠിച്ചിട്ട് അതിലെ കുറെ കഥാപാത്രങ്ങളായിട്ട് ഈ വാക്കുകളെ പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും എക്കണോമി മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മൾ ഇനി ഒരുപാട് ഇട്ട് കുഴപ്പിക്കാതെ നമുക്ക് നേരെ ടോപ്പിൽ കിടക്കാം. നമ്മൾ എന്തൊക്കെ ഇന്ന് പറയാൻ പോകുന്നത്? സോ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, എക്കണോമി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരുമാനം. നാഷണൽ ഇൻകം ഏതാ? ദേശീയ വരുമാനം. സോ നമുക്ക് ഇവിടെ നോക്കേണ്ടത് എന്തൊക്കെയാ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാ, അല്ലെങ്കിൽ ഏറ്റവും ബേസിൽ നിന്നിട്ട് നിങ്ങൾക്ക് എക്കണോമി ഒന്നും അറിയില്ല, നിങ്ങൾ എക്കണോമി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല, നിങ്ങൾ എഞ്ചിനീയറോ ITയോ അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം പഠിച്ച ഒരാളെന്ന് വിചാരിക്കും, എങ്ങനെ ഇന്ത്യൻ എക്കണോമിയുടെ ചോദ്യങ്ങളെ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇന്ത്യൻ എക്കണോമിനെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കുക, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുക, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൽ PhD എടുക്കാനുള്ള ഉദ്ദേശം നമുക്കില്ലല്ലോ, ഇതിൽ ഒരുപാട് പഠിച്ചു പോകാനുള്ള ഉദ്ദേശം ഒന്നും നമുക്കില്ല. നമുക്ക് നോക്കാം എന്തൊക്കെ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ബേസിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാ. ഒന്നാമത്തെ ഡെഫിനിഷൻ. ഓക്കെ, ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ വരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഘടക ഉൽപ്പന്നങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് വരുന്നത്, എന്തെല്ലാം ഘടകങ്ങളാണ് വരുന്നത്. സോ ഇതിനെ ഘടക ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കാം. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് പഠിക്കുന്നു. സർക്കുലാർ ഫ്ലോ ഓഫ് ഇൻകം. ഈ വരുമാനം എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഫ്ലോയിലാണ് ഒഴുകുന്നത്. ഒരു സ്ഥലത്ത് ഒരു സാധനം ഉണ്ടാവുന്നു, പിന്നെ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നു, അങ്ങനെ തിരിച്ച് അവിടെ തന്നെ വരുന്നതിനാണ് നമ്മൾ സർക്കുലാർ എന്ന് പറയുന്നത്, അല്ലെ? ഇങ്ങനെ ഒരു സൈക്ലിക്കൽ ആയിട്ട് നടക്കുമ്പോഴാണ് സർക്കുലാർ എന്ന് പറയുന്നത്. സോ ഇൻകമിന്റെ സർക്കുലാർ ഫ്ലോ എന്താണ്, അല്ലെങ്കിൽ വരുമാനത്തിന്റെ സർക്കുലാർ ഫ്ലോ എന്താണ് നമ്മൾ നോക്കും. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. ഈ നാഷണൽ ഇൻകം അല്ലെങ്കിൽ വരുമാനം കണക്കിലാക്കാനുള്ള കുറെ വഴികൾ, മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും. അതിൽ 3 തരം മെത്തേഡ്സിനെല്ലാം പഠിക്കും. ഇനി മെത്തേഡുകൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറെ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ഫുള്ള് കവർ ചെയ്യുന്ന അർത്ഥം. ഈ 4 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കറണ്ട് പ്രൈസും കോൺസ്റ്റന്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം. കറണ്ട് പ്രൈസും കോൺസ്റ്റന്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ ഡൊമസ്റ്റിക് ഇൻകവും നാഷണൽ ഇൻകവും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ദേശീയ വരുമാനം, പിന്നെയോ എന്താണ് നാഷണൽ ഇൻകം, എന്താണ് ദേശീയ വരുമാനം, അതുപോലെ എന്താണ് ആഭ്യന്തര വരുമാനം, ഡൊമസ്റ്റിക് ഇൻകം. ദേശീയ വരുമാനവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള വ്യത്യാസം. റിയൽ ഇൻകവും നോമിനൽ ഇൻകവും തമ്മിലുള്ള വ്യത്യാസം. വരുമാനം തന്നെ 2 തരമുണ്ട്, റിയലും ഉണ്ട് നോമിനലും ഉണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്ത്? അടുത്തത് ഫാക്ടർ കോസ്റ്റ്, ഘടക ചിലവ്. മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിൽ നമുക്കൊരു സാധനം കിട്ടുന്ന വില, മാർക്കറ്റിലെ വില. സോ മാർക്കറ്റിലെ വിലയും ഘടക ചിലവും തമ്മിൽ എന്താണ് ബന്ധം? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ?
ഇത്രയും ആൾക്കാരെ മനസ്സിലാക്കിയാൽ, ഈ 4 പേരെ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് പലതരം നാഷണൽ ഇൻകത്തിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതായത് ദേശീയ വരുമാനത്തിന് പലതരം. അവിടെ നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരാൾ വരാൻ പോണേ GDP. GDP കുറഞ്ഞു, GDP കൂടി, 10% വളർച്ചാ നിരക്കുണ്ട്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ വേറൊരാള്, അതിന്റെ ഒരു സിസ്റ്റർ ആയിട്ടോ ബ്രദർ ആയിട്ടോ വരുന്ന GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര വരുമാനം, മൊത്ത ആഭ്യന്തര വരുമാനം. അടുത്തത് GNP, മൊത്ത ദേശീയ വരുമാനം. അടുത്തത് NNP, എന്താണ്? അറ്റ ദേശീയ വരുമാനം. NDP, അറ്റ ആഭ്യന്തര വരുമാനം. ഈ 4 പേരെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ദേശീയ വരുമാനം എന്താണെന്ന് ഫുൾ ഐഡിയ കിട്ടും. ഓക്കെ, ഈ 4 പേരെ മനസ്സിലാക്കണം. ഈ 4 പേരിലേക്ക് നമുക്ക് എത്തേണ്ടത് GDP, GNP, NNP, NDP നമുക്ക് എത്തേണ്ടത്. പക്ഷെ അത് എത്രതിന് മുന്നേ ഈ 4 പേര് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഇത് പഠിക്കാൻ നമുക്ക് ഒരു ലെവലും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്, ആദ്യമേ പഠിച്ചിട്ട് വന്നവരാണ്, ഇത് മുന്നേ കണ്ടിട്ട് വന്നവരാണ്, ഇതുപോലെ ഒന്ന് പഠിച്ചു നോക്ക്. ഓക്കെ, ഈ GDP എന്താണെന്ന് ഇക്വേഷൻസ് കാണാതെ പഠിച്ച ഒരുപാട് പേരുണ്ടാവും. ഇതിനു മുന്നേ GDP, GNP, NNP, NDP ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ ആ ഇക്വേഷനിൽ എത്തി, എന്താണ് ഫാക്ടർ കോസ്റ്റ്, എന്താണ്, ഇതെല്ലാം ഈ 4 പേരെ പഠിച്ചിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ എളുപ്പം. നിങ്ങൾ ഇത്ര നാളും പഠിച്ച വഴിയിലുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് എക്കണോമിക് ബുദ്ധിമുട്ടായത്. എക്കണോമിക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, നേരെ ടോപ്പിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താ, ഈ ഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. എന്നാൽ മാത്രമല്ല ഈ ഭാഗത്തേക്ക് നമുക്ക് നേരെ കടക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്തെല്ലാം പഠിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ഡിപ്രിസിയേഷൻ എന്നൊരു വാക്ക് കണ്ടു. തേയ്മാനം എന്ന് പറയുന്നത് ഏതാ? തേയ്മാനം. തേയ്മാനം എന്ന് വിളിക്കുന്നത് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ കണ്ടു. എന്താണെന്ന് അറിയണം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നമ്മൾ പറഞ്ഞു മൊത്ത ദേശീയ വരുമാനം. ഓക്കെ, മൊത്ത ദേശീയ വരുമാനം അതെന്താണെന്ന് അറിയണം. വേണ്ടേ? അതെന്താണെന്ന് അറിയണം. സോ മൊത്ത ദേശീയ വരുമാനം ഡിപ്രിസിയേഷൻ കുറച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. അറിയില്ല, പഠിക്കണം. അടുത്തത് റിയൽ നാഷണൽ ഇൻകം. ഓക്കെ, റിയൽ ദേശീയ വരുമാനം എന്താണ്? റിയൽ ആയിട്ടുള്ള ദേശീയ വരുമാനം എന്താണ്? നമ്മൾ റിയലും ഉണ്ട്, നോമിനലും ഉണ്ട്. റിയലും ഉണ്ട്, നോമിനലും ഉണ്ട്. ശരിക്കുള്ളതും പിന്നെ നോമിനൽ ആയിട്ടുള്ളതും പേരിനുള്ളതും രണ്ടും ഉണ്ട്. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? അത് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതില് റിയലും നോമിനലും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൻ പറ്റില്ലേ? പറ്റും. ഇനി ഡിപ്രിസിയേഷന്റെ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ തേയ്മാനത്തിന്റെ ഇക്വേഷൻ എന്താണ്? സോ GNP GDP പഠിച്ചു കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റും. അടുത്തത്, which of the following is not a method for measurement of national income? നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുകൾ, പല വഴികളെ വെച്ചിട്ടുള്ളത്. സോ മെത്തേഡുകൾ പഠിച്ചു വെക്കണം. ഏതൊക്കെ തരം മെത്തേഡുകൾ ഉണ്ടെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള ദേശീയ വരുമാനം കണക്കാക്കുന്ന വിദ്യകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ദേശീയ വരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ദേശീയ വരുമാനം കണക്കിലാക്കാം നോക്കാം. ഒന്നാമത്തെ കാര്യം, എന്താണ് ദേശീയ വരുമാനം? നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ മണി വാല്യൂ. ഒന്നാമത്തെ കാര്യം, ടോട്ടൽ മണി വാല്യൂ, മൊത്തത്തിലുള്ള മൂല്യം ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ, ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മൂല്യമാണ്. മനസ്സിലായില്ലേ? ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മൂല്യം, അതായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്ത്? പ്രൊഡ്യൂസ് വിത്തിൻ എ കൺട്രി, ആ രാജ്യത്തിന് ഉൽപ്പാദിച്ചലായിരിക്കണം. സോ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ, ഓക്കെ, ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളതിന്റെ. സോ ഒന്നാമത്തെ കാര്യം എന്തായി? ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മൂല്യം. രണ്ടാമത്തത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതായിരിക്കണം. മൂന്നാമത്തത് ഒരു കൊല്ലത്തിനുള്ളിൽ 1 ഇയറിൽ ഉണ്ടാക്കിയതായിരിക്കണം. ഈ 3 പോയിന്റിനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം. ഒരു രാജ്യത്തിന്റെ വരുമാനം ആ രാജ്യത്തില് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും. ഇപ്പൊ ബാങ്കിങ് പോലുള്ള സേവനം, അല്ലെങ്കിൽ സ്കൂളുകളും ട്യൂഷൻ സെന്ററുകളും പോലുള്ള സേവനങ്ങൾ, അതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ്, പേസ്റ്റ്, പെൻസില്, കവറ്, ബുക്ക്, ഇതുപോലെ ചരക്കുകൾ, അവിടെ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ തുക എത്ര? ഒരു കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഉള്ളിൽ ഒരു ഇയറിൽ ഉണ്ടാക്കുന്ന
ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ ആകെ മൂല്യത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നാഷണൽ ഇൻകം എന്ന് വിളിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം എന്താണത്? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ രാജ്യത്തിനുള്ളിൽ ഒരു കൊല്ലത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ്. ലോക്ക് ചെയ്തല്ലോ, അതാണ് എന്ത്? നാഷണൽ ഇൻകം. ഇനി നമുക്ക് നാഷണൽ ഇൻകം എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നാഷണൽ ഇൻകം? അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കണക്കാക്കാം. നമുക്ക് കണക്കാക്കാം. എങ്ങനെ? വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിറ്റർമൈനിങ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കിലാക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെ? ഒന്ന്, GDP. ഓക്കെ, എന്താണ് GDP? നമുക്ക് പഠിക്കാം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം. അത് മൊത്തമായിട്ടുള്ളത്. നെറ്റ് എന്ന് പറഞ്ഞാൽ അറ്റം. സോ മൊത്ത ആഭ്യന്തര വരുമാനം, മൊത്ത ദേശീയ വരുമാനം, അറ്റ ദേശീയ വരുമാനം, അറ്റ ആഭ്യന്തര വരുമാനം. അതുപോലെ പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം. ഇത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. ഇനി നമുക്ക് ഈ 4 പേരിലേക്ക് എങ്ങനെ എത്താൻ നോക്കാം. ഓക്കെ, ഞാൻ ഈ മൊത്തവും അറ്റവും പറഞ്ഞ് മനസ്സിലാവാത്തവർക്ക് കൺസെപ്റ്റ് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. കൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്ത് നോക്കുക, ഈ 4 പേരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ 4 പേരെ പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നാഷണൽ ഇൻകം പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ചോദ്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇതുവഴി ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ടോപ്പിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ഫാക്ടറികളുണ്ട്. ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകളോ ഒരുപാട് ഫാക്ടറികളോ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയല്ലേ? ഇന്ത്യയിൽ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ്സും ഒരുപാട് ഫാക്ടറികളും ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് അല്ലെ? ആ കമ്പനികളെ ഇപ്പൊ നമുക്ക് വിചാരിക്കാം, നമുക്ക് പഠിക്കാൻ എളുപ്പം നമുക്ക് വിചാരിക്കാം ഇന്ത്യയിൽ ഒരു ഫാക്ടറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുപാട് ഫാക്ടറി ഉണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം. ആദ്യം വിചാരിക്കുക ഇന്ത്യ രാജ്യത്തിൽ ഒരൊറ്റ കമ്പനി ഉള്ളൂ. ഒരു ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തിൽ എന്താ? ഒരു ഫാക്ടറി മാത്രമേ ഉള്ളൂ. നമുക്കിത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, സോ ഒരു ഫാക്ടറി മാത്രമുള്ള ഒരു രാജ്യം നമ്മൾ എടുത്തു. ഓക്കെ, ഒരു ഫാക്ടറി മാത്രമുള്ള ഒരു രാജ്യം, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഒരെണ്ണം മാത്രമുള്ള ഒരു രാജ്യം എടുത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് വിചാരിക്കാം മിഥുനത്തിലെ സേതുമാധവൻ എല്ലാവർക്കും ഓർമ്മയില്ലേ? മിഥുനം സിനിമയിലെ സേതുമാധവൻ, നമ്മുടെ മോഹൻലാലിന്റെ ക്യാരക്ടർ. ആ ക്യാരക്ടർ എന്താ ചെയ്യുന്നത്? പുള്ളി ഒരു കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്ത്? ദാക്ഷായണി ബിസ്ക്കറ്റ്സ്. ഈ ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനി മാത്രമേ ഈ രാജ്യത്തുള്ളൂ എന്ന് വിചാരിക്കുക, ഒരു രാജ്യത്ത്. ഇനി ആ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് വേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? ആദ്യം സ്ഥലം വേണം. എന്ത് വേണം? സ്ഥലം വേണം. വേണ്ടേ? ഒരു കമ്പനി ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം വേണ്ടേ? ലാൻഡ്. ഇനിയോ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ത് വേണം? ലേബർ വേണം, അല്ലെങ്കിൽ തൊഴിലാളികൾ വേണം. സോ ലേബർ. ഇനി എന്ത് വേണം? നമ്മൾ ഫണ്ട് ഇറക്കണ്ടേ? അവിടെ ക്യാപിറ്റൽ വേണ്ടേ? നമ്മൾ അവിടെ പൈസ ഇറക്കണം, അല്ലെങ്കിൽ ഫണ്ട് ഇറക്കണം. അത് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. മൂലധനം. പിന്നെന്താ വേണ്ടേ? അത് നടത്താൻ ഒരാൾ വേണം. സേതുമാധവനെ പോലെ, മോഹൻലാലിന്റെ ആ ക്യാരക്ടറിനെ പോലെ ഒരാൾ വേണം. അതിനുള്ള ഓൺട്രപ്രണർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സംഘാടകൻ. ബേസിക്കലി പറഞ്ഞ സംഘാടകൻ. ഈ 4 കാര്യങ്ങളാണ് ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടത്. ഇപ്പൊ മിഥുനം സിനിമയിൽ എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ കുറച്ച് തൊഴിലാളികളെ പുള്ളി സംഘടിപ്പിക്കുന്നുണ്ട്, കുറച്ച് ക്യാപിറ്റൽ പുള്ളി കടം എടുക്കുന്നുണ്ട്, ലോൺ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ക്യാപിറ്റൽ, മൂലധനം, ഓൺട്രപ്രണർ ആരാണോ മുതലാളി, ആരാണോ ഇത് സംഘടിപ്പിക്കുന്ന ആള്, മാനേജ്മെന്റ് ആരാണോ അതാണ് ഓൺട്രപ്രണർ. സോ ഈ 4 ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് ഈ 4 ഘടകങ്ങളെ വിളിക്കുക. ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കാം. ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. ആ ഫാക്ടറിയുടെ പേര് നമ്മൾ ഇട്ടു. സോ എന്തെല്ലാമാണ് ആ ഫാക്ടറിയിൽ വേണ്ടേ? ലാൻഡ് വേണം, സ്ഥലം വേണം, തൊഴിലാളികൾ വേണം, സംഘാടകൻ വേണം, മൂലധനം വേണം, എന്ത്? ക്യാപിറ്റൽ വേണം. അങ്ങനെ നമ്മൾ ഒരു രാജ്യത്തില് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇത്രയും പേരെ വേണം. ഇവരെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ ഘടക ഉൽപ്പന്നങ്ങൾ എന്ന് വിളിച്ചു. ഓക്കെ, അടുത്തത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇപ്പോ ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓൺട്രപ്രണർ ഉണ്ട്. ഇവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് എന്ത് കൊടുക്കണം?
ഒരാൾ സ്ഥലം തന്നു, ആ സ്ഥലത്തിന് വാടക കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പൊ സ്ഥലത്തിന് എന്ത് വേണം? വാടക വേണം. സ്ഥലത്തിന് നമ്മൾ റെന്റ് വേണം. ലേബറിന് എന്ത് കൊടുക്കണം? വേജ് കൊടുക്കണം, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കണം. ക്യാപിറ്റലിന് എന്ത് വേണം? തിരിച്ചടക്കണ്ടേ? ഓക്കെ, അതിന് പലിശ കൊടുക്കണ്ടേ? അപ്പൊ എന്ത് വേണം? ക്യാപിറ്റലിന് നമ്മള് ഇൻട്രസ്റ്റ് കൊടുക്കണം, പലിശ കൊടുക്കേണ്ട വരും. ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റ് വേണം. വെറുതെ ഒരാൾ കച്ചവടം ചെയ്യോ? അയാൾക്ക് ലാഭം വേണ്ടേ? വേണം. സോ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫാക്ടർ കോസ്റ്റ് എന്നാണ്. ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ ഘടക ചെലവ്. ഓക്കെ, ഘടക ഉൽപ്പന്നങ്ങൾക്ക് പകരം കൊടുക്കുന്ന, ഘടക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവിനെ നമ്മൾ എന്ത് വിളിക്കും? ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഘടക ചിലവുകൾ എന്ന് വിളിക്കും. നമുക്ക് നോക്കാം. ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റ്. ഇത് നമ്മൾ ഇൻകം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കും. ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിലവിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടം വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? The factors of production are land, labor, entrepreneur and capital. These are inputs that are needed for creation of goods and services. ഒരു ഗുഡ്, ഫോർ എക്സാമ്പിൾ ദാക്ഷായണി ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട ഇൻപുട്ടുകൾ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. ചോദ്യങ്ങൾ ചോദിക്കും, ഇതിൽ ഏതൊക്കെയാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ഓൺട്രപ്രണർ, ക്യാപിറ്റൽ. ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? അവര് ലാൻഡ് വരുന്നുണ്ടാവും, ലേബർ വരുന്നുണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, ഓൺട്രപ്രണർ ഉണ്ടാവും. അവർക്ക് നമ്മൾ കൊടുക്കണം, ലാൻഡിന് റെന്റ് കൊടുക്കണം, ലേബർക്ക് വേജ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റ് കൊടുക്കണം. ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫാക്ടർ കോസ്റ്റ്, ഘടക ചിലവ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ലാൻഡ് തരുന്ന ആള്, ലേബർ തരുന്ന ആൾ എന്ത് ചെയ്യണം? പണിയെടുക്കണം, വേണ്ടേ? ക്യാപിറ്റൽ പറഞ്ഞാൽ പലിശ കൊടുക്കണ്ടേ? അപ്പൊ ആ ക്യാപിറ്റൽ തരുന്ന ആളും പണിയെടുക്കണം. അവിടെ ഒരു സർവീസ് നടക്കുന്നുണ്ട്. അതുപോലെ ഓൺട്രപ്രണറും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പണിയെടുക്കുന്നുണ്ട്. സോ അത് നമ്മൾ ഫാക്ടർ സർവീസ് എന്ന് വിളിക്കും. സർവീസ് എന്താ? അയാൾ നമുക്ക് എന്തോ സർവീസ് ചെയ്തിരുന്നുണ്ട്, ഒരു ജോലി ചെയ്തിരുന്നുണ്ട്. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന സർവീസിനെ ഫാക്ടർ സർവീസ് എന്നും അതിനുള്ള ചെലവിനെ ഫാക്ടർ കോസ്റ്റ് എന്നും വിളിക്കും. സോ മെയിൻ ചുരുക്കം പറഞ്ഞാൽ മനസ്സിലാക്കുക, കുറെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഉൽപ്പന്നങ്ങളെ നമുക്ക് തരുന്നതിനെ ഫാക്ടർ സർവീസ് എന്ന് വിളിക്കുന്നു. ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവിനെ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. സോ ഏറ്റവും കുറഞ്ഞ ചെലവാണ് ഒരു കമ്പനി ദാക്ഷായണി ബിസ്ക്കറ്റ് തുടങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫാക്ടർ കോസ്റ്റ് എന്ന്. ഒരു കമ്പനി തുടങ്ങാനുള്ള ബേസിക് ചെലവാണ് എന്ത്? ഫാക്ടർ കോസ്റ്റ്. അത്രയും മനസ്സിലായല്ലോ? അവിടെ വെച്ച് ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമി. എക്കണോമിയിലെ ഇൻകം എന്താ? നമ്മുടെ വരുമാനം ഉണ്ടാവുന്ന സർക്കുലർ ഫ്ലോ. എങ്ങനെയാണ് വരുമാനം നമ്മുടെ എക്കണോമിയിൽ കിടന്ന് കറങ്ങുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ എക്കണോമിയിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക, ഒരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫാക്ടറിയും ഉണ്ട്, ഒരു ഹൗസ് ഹോൾഡും ഉണ്ട്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ ഫാക്ടറിക്ക് എന്തെല്ലാം വേണം? ഈ ഫാക്ടറിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് വേണം, അതുപോലെ ലേബർ വേണം, അതുപോലെ ക്യാപിറ്റൽ വേണം, അതുപോലെ ഓൺട്രപ്രണർ വേണം. ഇത്രയും സാധനം, അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർക്ക് വേണം? ഈ കമ്പനിക്ക് വേണം. അത് ആര് കൊടുക്കും? ഈ ആൾക്കാർക്കല്ലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉള്ള ഈ ഹൗസ് ഹോൾഡിലുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ സ്ഥലം കൊടുക്കും. ജോലിക്കാർ, ഈ ആൾക്കാർ തന്നെയല്ലേ ജോലിക്കാർ. ഈ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ കുറെ വീടുകളാന്ന് വിചാരിക്കും. ആ വീട്ടിലുള്ള ആൾക്കാരല്ലേ അവിടെ ജോലിക്ക് പോവാ. ആ വീടുകളിൽ നിന്ന് ഒരാളല്ലേ അതിന്റെ മുതലാളിയാവാ, ഓൺട്രപ്രണർ കിട്ടി. അവർ തന്നെയായിരിക്കും എന്ത് ചെയ്യുക? അതിന് ക്യാപിറ്റൽ ഇറക്കുക, അതിൽ പൈസ കൊടുക്കുന്ന അവരായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കമ്പനി എന്ത് ചെയ്യും? കമ്പനി അതിനനുസരിച്ച് തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? ഇങ്ങോട്ട് വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ. ലാൻഡിന് കമ്പനിക്ക് എന്ത് കിട്ടും? കമ്പനി റെന്റ് വീടുകൾക്ക് കൊടുക്കും, ആ ആൾക്ക് റെന്റ് കൊടുക്കും. ഇനി ലേബറിന് വേജ് കൊടുക്കും. ഇനി ക്യാപിറ്റലിന് ആരൊക്കെയാണോ ക്യാപിറ്റൽ കൊടുത്തത് അവർക്കൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ?
അതുപോലെ ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റ് കൊടുക്കും. അതിൽ ഒരാൾ മുതലാളിയാണെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് കൊടുക്കും. ഇതിന് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഫാക്ടർ പ്രൊഡക്ഷനും ഫാക്ടർ കോസ്റ്റും, അതായത് കമ്പനിക്ക് വേണ്ടതെല്ലാം ഹൗസ് ഹോൾഡ് കൊടുത്തു, അതിന് കോമ്പൻസേഷൻ ആയിട്ട് വരുമാനമായിട്ട് കമ്പനി എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഫാക്ടറി എന്ത് ചെയ്തു, വീടുകൾക്കുള്ള അവർ ചെയ്ത പണിക്കുള്ളതും കൊടുത്തു. ഇങ്ങനൊരു ഫ്ലോ അവിടെ നടന്നു. ഇനി എന്ത് സംഭവിക്കുന്നത്? ഇതുകൊണ്ട് കഴിയുന്നുണ്ടോ? ഇതുകൊണ്ട് കഴിയുന്നില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? ഈ കമ്പനി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളില്ലേ, ഇതെല്ലാം വെച്ചിട്ട് കമ്പനി എന്ത് ചെയ്തു, ദാക്ഷായണി ബിസ്ക്കറ്റ് ഉണ്ടാക്കി. ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാൽ അത് ആർക്ക് വിൽക്കും? ആ ബിസ്ക്കറ്റ് വീണ്ടും ഹൗസ് ഹോൾഡുകൾക്ക് വിൽക്കും. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ്, ചരക്കുകളും സേവനങ്ങളും. ആ ചരക്കായാലും സേവനമായാലും, ഒരു ബാങ്ക് ആണെങ്കിൽ സേവനമായിരിക്കും, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് സേവനമായിരിക്കും. ആ സമയത്ത് ഒരു ഫാക്ടറി ആണെങ്കിൽ അവർ കൊടുക്കുന്ന ചരക്കായിരിക്കും. ചരക്കും സേവനങ്ങളും ഹൗസ് ഹോൾഡിന് കൊടുക്കും. ഹൗസ് ഹോൾഡ് നേരത്തെ കിട്ടിയ പൈസയിൽ നിന്ന് ഇവർക്ക് എക്സ്പെൻഡിച്ചർ നടത്തും, അതായത് ചിലവ് നടത്തിയിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കും. ആ പൈസയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, ഈ ഫാക്ടറി എന്ത് ചെയ്യും, റെന്റും വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ആളുകൾക്ക് കൊടുക്കും. അവർ വീണ്ടും ഇവിടെ പണിയെടുത്ത് വീണ്ടും സാധനങ്ങൾ മേടിക്കും. ആ സാധനങ്ങളുടെ പൈസ കൊണ്ട് വീണ്ടും അവർ കോമ്പൻസേറ്റ് ചെയ്യും. ഈ സൈക്കിൾ നടന്നുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? ഒരു ഹൗസ് ഹോൾഡ് ഉണ്ട്, ഒരു ഫാക്ടറി ഉണ്ട്. അതിലെ ആളുകൾ അവർക്ക് വേണ്ടിയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പന്ന ഘടകങ്ങൾ കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വരുമാനമായിട്ട് ഫാക്ടർ കോസ്റ്റ്, അവർക്ക് റെന്റും വേജും ശമ്പളവും അതുപോലെ ഇൻട്രസ്റ്റും പ്രോഫിറ്റും എല്ലാം കമ്പനി കൊടുക്കുന്നു. അപ്പൊ കമ്പനി ഇങ്ങനെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും, അതും വീണ്ടും ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു, അതിന് തിരിച്ച് കയ്യിലുള്ള പൈസ വെച്ചിട്ട് ആ സാധനം വാങ്ങിക്കുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു സൈക്കിൾ നടന്നുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള ഒരു 1000 ഫാക്ടറി ഉണ്ട്, ഒരു 2000 വീടുകൾ ഉണ്ടെങ്കിലും സെയിം കാര്യമല്ലേ നടക്കുക. അവിടെ നിങ്ങൾ ഇന്ത്യനെ ആലോചിക്കുക. ഇന്ത്യയിൽ എന്തുണ്ട്, ഒരുപാട് വീടുകളും ഒരുപാട് ഫാക്ടറികളും ഉണ്ട്, പക്ഷെ ഈ സെയിം സാധനം ഇന്ത്യയിൽ നടക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കണക്ക് കൂട്ടാത്ത ഒരു കാര്യമുണ്ട്. എന്താ? ഇവിടെ നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ കണക്ക് കൂട്ടാത്ത ഒരു കാര്യമുണ്ട്. എന്താ അവിടെ കണക്ക് കൂട്ടാത്തത്? നമ്മൾ കണക്ക് കൂട്ടാത്ത ഒരു കാര്യമാണ് സേവിങ്സ്. ഇവിടെ ആളുകൾ സേവിങ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് കാശ് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുന്നു പറയുന്നില്ല. അത് ഒഴിവാക്കിയാൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ സൈക്കിൾ ഫ്ലോ ചെയ്യുക. നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്താണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മനസ്സിലാക്കി, എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് മനസ്സിലാക്കി, എന്താണ് ഓരോ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനും ഫാക്ടർ കോസ്റ്റ് എന്താ വരുന്നത്. ലാൻഡിന് എന്ത് വരും, ലാൻഡിന് റെന്റ് വരുന്നു, ലേബർക്ക് വേജ് വരുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് വരുന്നു, പിന്നെന്താ വരുന്നത്, ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റ് വരുന്നു. അത് തിരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്കിയിട്ട് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. വീട്ടിലെ ആൾക്കാർ വീണ്ടും, അല്ലെങ്കിൽ വീടുകളിലുള്ള ആൾക്കാർ വീണ്ടും ആ പൈസയ്ക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇങ്ങനെ ഒരു സൈക്കിൾ നടക്കുന്നതിനാണ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമി അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ബേസിക്കലി ഞാൻ പറഞ്ഞതിനെ ശരിക്കുള്ള ഒരു ഇമേജ് ഞാൻ ഇവിടെ വരച്ച് കൊളാക്കേണ്ട ശരിക്കും ഒരു ഇമേജിൽ നമുക്ക് കാണാം. എന്താ സംഭവിക്കുന്നത്? ആദ്യമായിട്ട് കമ്പനിക്ക് വേണ്ട എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞു, ഫാക്ടർ സർവീസസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടർ സർവീസസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തെല്ലാം? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസ് അല്ലെങ്കിൽ ഓൺട്രപ്രണർ. ഇതാണ് വേണ്ടത്. അതിന് പകരമായിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡുകൾ, കമ്പനിക്ക് വേണ്ടത് ഇതെല്ലാമാണ്. കമ്പനി എന്ത് ചെയ്യുന്നു, ഹൗസ് ഹോൾഡുകൾ എന്ത് ചെയ്യുന്നു, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അതിന് പകരമായിട്ടുള്ള പേയ്മെന്റുകൾ അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റുകൾ പേയ്മെന്റ് ആയിട്ട് കമ്പനി വീടുകൾക്ക് കൊടുക്കുന്നു. ആ കമ്പനി ആ ഒരു പൈസ കൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കുന്നു. കമ്പനി എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് വീണ്ടും വീടുകൾക്ക് വിൽക്കുന്നു. ആ വീടുകൾ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങിക്കാൻ വേണ്ടി എക്സ്പെൻഡിച്ചർ നടത്തുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങിക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു വീടുണ്ട്, ആ കുറെ കമ്പനികളുണ്ട്. കമ്പനികൾക്ക് വേണ്ടിയിട്ട് ലാൻഡിന് വേജ് കിട്ടുന്നു, ലാൻഡിന് റെന്റ് കിട്ടുന്നു, ലേബർക്ക് വേജ് കിട്ടുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, എന്റർപ്രൈസിന് പ്രോഫിറ്റ് കിട്ടുന്നു. അത് വെച്ചിട്ട് കമ്പനി എന്തുണ്ടാക്കും, ഈ പറയുന്ന കിട്ടിയ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് ഒരു പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്നു. എന്താ? ഫോർ എക്സാമ്പിൾ ദാക്ഷായണി ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു. ഈ ബിസ്ക്കറ്റ് ആ വീട്ടുകാർ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നു. അതിനെ ചിലവെന്ന് വിളിക്കാം. വീട്ടുകാരുടെ ചെലവ്. വീട്ടുകാർക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അത് ചിലവാക്കുന്നു. ഈ ചിലവാക്കിയ വരുമാനം കമ്പനിക്ക് കിട്ടുന്നില്ലേ, കമ്പനി അതുകൊണ്ട് വീണ്ടും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇതിനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോരം ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നുണ്ടോ അത്രയും തന്നെയല്ലേ ചെലവ് വരുന്നേ, അല്ലേ?
എന്തോരം ലാൻഡ് കൊടുക്കുന്നുണ്ടോ അത്ര തന്നെയല്ലേ റെന്റ് വരുന്നത്. അതായത് ഈ പൈസ തന്നെയാണ് കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കുന്നത്. ആ പൈസ തന്നെയാണ് നമ്മൾ കൊടുത്ത് വാങ്ങിക്കുന്നത്. സോ ഈ മൂന്ന് ആമുകളും ഈ 3 പേരെ കൂട്ടിയാൽ നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. നമുക്ക് ഈ കമ്പനിയുടെ വരുമാനം കിട്ടണമെങ്കിൽ ഈ 3 ഏത് നോക്കിയാലും മതി. കാര്യം ഈ പൈസ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പൈസ എടുത്തോ അത് പ്രോഫിറ്റ് കൂടെ കഴിച്ചിട്ട് നമ്മൾ ആ പൈസക്ക് വാങ്ങിക്കും. ആ സാധനം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പൈസ തന്നെയാണ് നമ്മൾ പിന്നെ കമ്പനികൾക്ക് കൊടുക്കുന്നത്. ഈ സൈക്കിൾ എല്ലാം ഒരുപോലെ നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ 3 ഏത് കണക്ക് കൂട്ടിയാലും നമുക്ക് GDP കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് എന്താ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതായത് നമ്മുടെ ചിലവ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന GDP ഉണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ്, പ്രൊഡക്റ്റ് വെച്ചിട്ട്, ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് നമുക്ക് GDP കണ്ടുപിടിക്കാം. അതുപോലെ ഫാക്ടർ പേയ്മെന്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് വെച്ചിട്ടും GDP കണ്ടുപിടിക്കാം. കൺസംഷൻ എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് GDP കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, ചിലവ് വെച്ചിട്ടുള്ള മെത്തേഡ്. അതുപോലെ ഫാക്ടർ പേയ്മെന്റ് വെച്ചിട്ടുള്ളത് വരുമാനം വെച്ചിട്ടുള്ള മെത്തേഡ്. ഓരോ വീട്ടുകാർക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് നമുക്ക് കണക്കൂട്ടാം. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസ്, ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, GDP കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാം. സോ 3 രീതി കണ്ടുപിടിക്കാം. ചെലവായാലും വരുമാനമായാലും ഉൽപ്പന്നമായാലും ഇത് 3ഉം ഒരേ പൈസ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരേ മൂല്യമായതുകൊണ്ട് ഇതിൽ 3 ഏത് കണക്കൂട്ടിയാലും GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ 3 മെത്തേഡ് ഏതൊക്കെയാ, നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ് ഏതൊക്കെയാ, ദ മെഷർമെന്റ് ഓഫ് അഗ്രിഗേറ്റ് ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എല്ലാം കൂടി കൂട്ടിയിട്ട്, അതായത് ഒരു രാജ്യത്തിന് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ, ഒരു രാജ്യത്തിൽ എത്ര ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. ഇത് നമ്മൾ വിചാരിക്കുക നമ്മൾ തിരിച്ചു വിചാരിക്കുക ആ നാട്ടിൽ തന്നെ നമ്മൾ വിചാരിക്കുക ഈ ഫാക്ടറി നമ്മൾ ഒരുപാട് ഫാക്ടറി ആയിട്ട് കണക്കൂട്ടുക. നമുക്ക് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കിട്ടും. സോ നമുക്ക് എന്താ ചെയ്യാം, അതെല്ലാം കൂട്ടി നോക്കാം. സോ ബേസിക്കലി എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താ നിങ്ങൾക്ക് അറിയാം, ചെലവ് വെച്ച് കണക്കൂട്ടുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് ചെലവ് വെച്ച് കണക്കൂട്ടാണ് എക്സ്പെൻഡിച്ചർ. കാൽക്കുലേറ്റ്സ് അഗ്രിഗേറ്റ് ഇൻകം ബൈ മെഷറിംഗ് സ്പെൻഡിങ് ഓഫ് ഫേംസ് റിസീവിംഗ് ഫൈനൽ ആൻഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് കിട്ടിയിട്ടുള്ള വരുമാനം വെച്ചിട്ട്, അതായത് ഹൗസ് ഹോൾഡ്സിന്റെ ചെലവ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ ഇൻകം ഈക്വൽ ടു കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് എക്സ്പോർട്ട് പ്ലസ് ഇമ്പോർട്ട്. ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടെന്ന് വിചാരിക്കും, കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് വരുന്ന വിചാരിക്കും. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് അയക്കുന്നത് എന്ത് ചെയ്യണം, കൂട്ടണം. അവിടെ നിന്ന് അകത്തോട്ട് വരുന്നത് നമ്മൾ കുറയ്ക്കുകയും വേണ്ടേ. നമ്മുടെ കയ്യിൽ 10 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, നമ്മള് കുറച്ച് ബിസ്ക്കറ്റ് പുറത്തേക്ക് കയറ്റി വിട്ടു, 2 എണ്ണം എക്സ്പോർട്ട് ചെയ്തു, 1 എണ്ണം ഇമ്പോർട്ടും ചെയ്തു. അപ്പൊ അത് കുറയ്ക്കണം. മൊത്തം ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്, 11 എണ്ണം ഉണ്ട്. 10 എണ്ണം ഇവിടെ ഉണ്ടാക്കി, 2 എണ്ണം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി, 1 എണ്ണം നമ്മൾ അവിടുന്ന് ഇമ്പോർട്ടും ചെയ്തു. സോ മൊത്തം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് എത്ര എണ്ണം ഉള്ളൂ, അപ്പോ 12ൽ നിന്ന് 1 കുറയ്ക്കണം. 10 ഇവിടെ ഉണ്ടാക്കി, 2 നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, 1 നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചു. സോ 11 പേരേ ഉള്ളൂ. സോ എക്സ്പോർട്ട് കൂട്ടണം, ഇമ്പോർട്ട് കുറയ്ക്കണം. വേണ്ടേ, എക്സ്പോർട്ട് ചെയ്യുന്നത് കൂട്ടണം. നമ്മൾ ഉണ്ടാക്കിയിട്ടല്ലേ എക്സ്പോർട്ട് ചെയ്യുന്നത്. വാങ്ങിക്കുന്നത് എന്ത് ചെയ്യണം, നമ്മൾ വാങ്ങിച്ചില്ലേ. നമ്മുടെ പ്രൊഡക്റ്റ് അല്ലല്ലോ, അവരുടെ പ്രൊഡക്റ്റ് അല്ലേ. ശരിക്കും എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, ശരിക്കും 12 പ്രൊഡക്റ്റ് ഉണ്ട്. 1 എണ്ണം നമ്മൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് വാങ്ങിച്ചു. 13 ആയിട്ടാണോ കൂട്ടേണ്ടത്, അല്ല. നമ്മളപ്പോ ഇവിടെ ഉണ്ടാക്കിയ എത്രയുണ്ട്, ഇന്ത്യ ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാവേണ്ട നാഷണൽ ഇൻകം കൂട്ടണമെങ്കിൽ. സോ 11 തന്നെ ഉള്ളൂ. ഇന്ത്യ ഉണ്ടാക്കാത്തതിനെ നാഷണൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുക വേണ്ടേ, സോ ഇമ്പോർട്ടിനെ മൈനസ് ചെയ്യും. നമ്മൾ ഇവിടെ കൺസ്യൂം ചെയ്തത്, നമ്മൾ ഇവിടെ ഭക്ഷിച്ചു തീർത്തത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, ചെലവാക്കിയത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, ചെലവാക്കിയത്. ഇപ്പൊ നമ്മൾ 2 രീതിയിൽ ചെലവാക്കാം. എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്കത് കഴിച്ചു തീർക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ ഇടാം. അങ്ങനെ ചെലവാക്കുന്നത്. സോ ഒന്ന് കൺസ്യൂം ചെയ്തത്, നമ്മൾ ഭക്ഷിച്ചു തീർത്തതോ നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിച്ചതോ, അതാണ് കൺസംഷൻ. ഉപയോഗിക്കുന്നതാണ് കൺസംഷൻ. ഒന്നെങ്കിൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്തത്. നമ്മൾ പുറത്തേക്ക് വിറ്റതും കൂട്ടാം, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് നെഗേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ചിലവ് മനസ്സിൽ വെച്ചാൽ മതി, നമ്മുടെ ചെലവ് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ ചെലവാക്കുന്നത് എങ്ങനെയാ, ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ഉപയോഗിച്ച് തീർക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും, കുറച്ച് ആൾക്കാരുടെ കൈ കൊടുക്കും, അത് നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ കൺസംഷനും എക്സ്പോർട്ടും ഇൻവെസ്റ്റ്മെന്റും കൂട്ടുക. അതിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടിയ പൈസ, എനിക്ക് വേറൊരാൾ തന്ന പൈസ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അത് എന്റെ അല്ലല്ലോ, അത് അവരുടെ അല്ലേ, നാളെ തിരിച്ചു കൊടുക്കണ്ടേ.
സോ ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ചു. അതിനാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്റ്റ് മെത്തേഡ് എന്താ? കമ്പനി ഉണ്ടാക്കിയ സാധനമല്ലേ. ഫോർ എക്സാമ്പിൾ 100 ദാക്ഷായണി ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ആ 100 ദാക്ഷായണി ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പൈസ കിട്ടിയ എവിടുന്നാ? ബാക്കി ആൾക്കാരുടെ നിന്നല്ലേ. സോ ആ പ്രൊഡക്റ്റിന്റെ പൈസ കൂട്ടിയാലും പോരെ. അതിനാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻകം കാൽക്കുലേറ്റഡ് ബൈ അഗ്രേഡ് വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. ഈ ദാക്ഷായണി ബിസ്ക്കറ്റിന് ഒരെണ്ണം 10 രൂപ വെച്ചിട്ടാണെങ്കിൽ 1000 രൂപയാണ് നമ്മുടെ പ്രൊഡക്റ്റ് മെത്തേഡ് വെച്ചിട്ടുള്ള നാഷണൽ ഇൻകം. ഇനി ഇൻകം മെത്തേഡ് വെച്ചിട്ടോ, നമ്മൾ ആൾക്കാർക്ക് കൊടുത്ത വേജും അതുപോലെ ഓണ്ടർപ്രണർക്ക് കൊടുത്ത പ്രോഫിറ്റും ലാൻഡിന് കൊടുത്ത ഇൻട്രസ്റ്റും ക്യാപിറ്റലിന് കൊടുത്ത ഇൻട്രസ്റ്റും ലാൻഡിന് കൊടുത്ത റെന്റും ഫാക്ടർ കോസ്റ്റുകൾ അല്ലെങ്കിൽ ഘടക ചിലവുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വഴി നമുക്ക് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാം. അതിനാണ് നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ചിലവ് കണക്കാക്കിയാലും നാഷണൽ ഇൻകം കിട്ടും, നമ്മുടെ വരവ് കണക്കാക്കിയാലും നാഷണൽ ഇൻകം കിട്ടും, നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങളെ കൂട്ടിയാലും നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. സോ ചെലവിനെ വെച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഉൽപ്പന്നങ്ങളെ വെച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം വെച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന ഇൻകം മെത്തേഡ്. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? 3 തരം നാഷണൽ ഇൻകത്തിനെ പഠിക്കാൻ. 3 തരത്തിലാണ് നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദേശീയ വരുമാനം 3 തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോവാം. സോ ബേസിക്കലി നമ്മൾ എന്താ പഠിച്ചത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചു. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓരോത്തിനും, അതായത് ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഘടക വരുമാനം പഠിച്ചു, അല്ലെങ്കിൽ ഘടക ചെലവ് പഠിച്ചു, ഫാക്ടർ കോസ്റ്റ് പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ള? ഇനി നമുക്ക് GDP GNP ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ എന്തും കൂടെ അറിഞ്ഞിരിക്കണം. ഈ ഫാക്ടർ കോസ്റ്റിന്റെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. ഈ ഫാക്ടർ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഈ ഒരു ഫാക്ടറിനെ തിരിച്ച് ഇന്ത്യ മൊത്തം കൺസിഡർ ചെയ്യുമ്പോഴും ഈ സെയിം കാര്യം വരുന്നത്. അതും കൂടെ ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ, അത്രേ ഉള്ളൂ. ഇനി ഈ കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഘടക വരുമാനം ഒരു തരത്തിൽ മാത്രമല്ല, ഇനിയും ഘടക വരുമാനങ്ങളുണ്ട്. എന്തെല്ലാമാണ് വരുമാനങ്ങൾ? ഒന്ന് ഫാക്ടർ കോസ്റ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പിന്നെന്താ പ്രോഫിറ്റ്. ഇത്ര സാധനം കൂടി ചേരുന്നതല്ലേ ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ ഘടക വരുമാനം. ഇത്ര ഉണ്ടെങ്കിൽ മിനിമം നമുക്കൊരു കമ്പനി തുറക്കാം, അല്ലെങ്കിൽ കമ്പനിയിൽ ഒരു പ്രൊഡ്യൂസ് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ പുതിയൊരു കൺസെപ്റ്റ് ഒന്ന്, ബേസിക് പ്രൈസ് എന്താ? ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ ടാക്സ് ഉണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ ടാക്സ് എന്താണ് പ്രൊഡക്ഷൻ ടാക്സ്? നമ്മൾ വിജയൻ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ടാക്സുകൾ അടയ്ക്കേണ്ടി വരും. പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ലൈസൻസ് എടുക്കണം, അതിന് കുറെ ടാക്സുകൾ കൊടുക്കണം. സോ നമ്മൾ ഈ പറയുന്ന ഫാക്ടർ കോസ്റ്റിൽ ടാക്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി പ്രൊഡക്ഷൻ ടാക്സും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം സബ്സിഡി കിട്ടുന്ന സാധനമാണെങ്കിൽ, അതായത് ഇപ്പോ സോളാർ പാനൽ നിങ്ങൾക്ക് അറിയാം സബ്സിഡി കിട്ടുന്നതാണ്. ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വളങ്ങൾ ഉണ്ടാക്കിയാൽ സബ്സിഡി കിട്ടും. സോ പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടുകയും പ്രൊഡക്ഷൻ സബ്സിഡി കുറയ്ക്കുകയും ചെയ്യുമ്പോൾ, സബ്സിഡി കിട്ടിയ പൈസ കൈ കിട്ടിയില്ലേ, ആ പൈസ കുറയ്ക്കുകയും ടാക്സ് കൂട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് പ്രൈസ് കിട്ടും. ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്ഷൻ സബ്സിഡിയും കിട്ടിയാൽ ബേസിക് പ്രൈസ് കിട്ടും. ഓക്കെ, ഇനി ഒരാളും കൂടെ ഉണ്ട്, മാർക്കറ്റ് പ്രൈസ്. അതായത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ 2 പേര് കൂടെ വരും. ആര്? GST അല്ലെങ്കിൽ സെയിൽസ് ടാക്സ്. അതിന് നമുക്ക് പ്രൊഡക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. അതുപോലെ ഇപ്പോ വളം പോലെയുള്ള അല്ലെങ്കിൽ സോളാർ പാനൽ പോലെയുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ പോലെയുള്ളതിനൊക്കെ എന്തുണ്ട്? സബ്സിഡി ഉണ്ട്. ഇപ്പൊ ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊഡക്ഷൻ ടാക്സ് കൊടുക്കേണ്ടി വരും, പക്ഷെ പ്രൊഡക്ഷന് സബ്സിഡി കൊടുക്കും. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യല്ലേ, നിങ്ങൾക്ക് സബ്സിഡി തരാന്ന് പറയും. അതിൽ വളം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ ഫോസ്ഫറസ് വളങ്ങളുടെ അളവ് വളരെ കുറവാണ്. നിങ്ങൾ ഫോസ്ഫറസ് വളം ഉണ്ടാക്കുന്ന കമ്പനിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സബ്സിഡി തരാന്ന് പറഞ്ഞാൽ സബ്സിഡി കൊടുക്കും. അതുപോലെ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു ഇലക്ട്രിക് കാറിന് പകരം നിങ്ങളൊരു പെട്രോൾ കാർ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സബ്സിഡി ഇല്ല. ആ സമയത്ത് ഞാൻ ഇലക്ട്രിക് കാർ മേടിക്കുകയാണെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റിന് സബ്സിഡി കിട്ടും. 50,000 രൂപയ്ക്ക് സബ്സിഡി കിട്ടും. സോ അത് കുറയ്ക്കുക, സബ്സിഡി കുറയ്ക്കുക, ടാക്സ് കൂട്ടുക. അപ്പോഴാണ് മാർക്കറ്റിലെ വില കിട്ടുന്നത്. ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ടാക്സും കൂടെ കൂട്ടണം. അത് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താ സംഭവിച്ചത്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ കോസ്റ്റ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ചരക്കുകളും സേവനങ്ങളും ഉണ്ടാക്കാനുള്ള ഏറ്റവും ഘടകമായിട്ടുള്ള ഫാക്ടർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചെലവിനെ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി എന്താ ബേസിക് പ്രൈസ്? എന്താ? ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ പ്രൊഡക്ഷൻ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് പോലെയുള്ള ടാക്സും അതുപോലെ ഗവൺമെന്റ് നമുക്ക് തരുന്ന സബ്സിഡി, പ്രൊഡക്ഷൻ സബ്സിഡിയും കൂടെ കുറച്ചാൽ, അത് ബേസിക് പ്രൈസിനൂടെ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടി പ്രൊഡക്ഷൻ സബ്സിഡി കുറച്ചാൽ നമുക്ക് ബേസിക് പ്രൈസ് കിട്ടും. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വില. ഇതായിരിക്കും ഹോൾസെയിൽ മാർക്കറ്റിലെ വില.
ടാക്സ് ഇല്ലാത്ത സാധാ വില. ഇനി ടാക്സ് ഒക്കെ ഇട്ടു, ഈ പൈസക്ക് ആയിരിക്കും ആൾക്കാർ വാങ്ങിക്കുന്നത്, ഹോൾസെയിൽ മാർക്കറ്റിൽ വാങ്ങിക്കുന്നത്. ഇനി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിലെന്തെങ്കിലും GST വരും, GSTയുടെ പൈസ കൊടുക്കേണ്ടി വരില്ലേ? ആ GST കൂട്ടിയുള്ള മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കൊടുക്കണം ബേസിക് പ്രൈസിന്റെ കൂടെ ഈ പ്രൊഡക്ഷൻ ടാക്സിന്റെ കൂടെ ഈ ബേസിക് പ്രൈസിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? പ്രൊഡക്റ്റിന്റെ ടാക്സ് GST. ഇപ്പൊ ദാക്ഷായണി ബിസ്ക്കറ്റ് ആണെങ്കിൽ 10% GST എന്നിരിക്കും. 10 രൂപയുടെ സാധനത്തിന് 1 രൂപ GST വരും. ബിസ്ക്കറ്റിന് സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് സബ്സിഡി ഉണ്ടാവില്ല. അത് സബ്സിഡി ഉള്ള സാധനമാണെങ്കിൽ 11 രൂപ നമ്മൾ കൊടുക്കേണ്ട ഒരു മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമ്മളിപ്പോ ബിസ്ക്കറ്റ് തന്നെ എടുക്കാം. ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് വിചാരിക്കൂ. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ 9 രൂപ വേണം. പക്ഷെ അവിടുത്തെ ടാക്സ്, ആ പ്രോപ്പർട്ടിയുടെ ടാക്സും ബാക്കി പ്രൊഡക്ഷന്റെ സമയത്തുള്ള ടാക്സ് എല്ലാം 1 രൂപ വന്നു വിചാരിക്കും. സോ നമുക്ക് എന്ത് ബേസിക് പ്രൈസ് എന്ത് വന്നു? ടാക്സ് 1 രൂപ വന്നു, ബേസിക് പ്രൈസ് 10 രൂപ വന്നു. 9 രൂപ ഫാക്ടർ പ്രൈസ്, ഫാക്ടർ കോസ്റ്റ് 10 രൂപ ബേസിക് പ്രൈസ്. ഇനി GST 10%. 10ന്റെ 10% എത്ര? 1 രൂപ. സോ 11 രൂപ എന്ത് വരും? മാർക്കറ്റ് പ്രൈസ് വരും. ഓക്കെ, സോ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്ഷൻ സബ്സിഡിയും കൂട്ടി കഴിഞ്ഞാൽ അത് കിട്ടും മാർക്കറ്റ് പ്രൈസ്. പ്രൊഡക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞ് കൂട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും. ബിസ്ക്കറ്റിന് സബ്സിഡി ഇല്ലാത്ത സബ്സിഡി കൂട്ടാത്ത ആ സമയത്ത് ഒരു ഇലക്ട്രിക് കാർ ആണ്, 1 ലക്ഷം രൂപയുടെ ഇലക്ട്രിക് കാർ ആണെങ്കിൽ 10%, 9 ലക്ഷം രൂപയുടെ ഇലക്ട്രിക് കാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 10%, 10 ലക്ഷം രൂപ കൊടുക്കേണ്ട വരും ബേസിക് പ്രൈസ്. അതിന് സബ്സിഡി 1 ലക്ഷം ഉണ്ടെങ്കിൽ വീണ്ടും 9 ലക്ഷം കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു 10% അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 10 ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് വന്നു. പ്രൊഡക്റ്റ് സബ്സിഡി 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വീണ്ടും 9 ലക്ഷം രൂപ കൊടുത്താൽ മതി. സബ്സിഡി വരുമ്പോൾ പൈസ കുറയും, അത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് സബ്സിഡി കുറയ്ക്കാൻ വേണ്ട, സബ്സിഡി കൂട്ടരുത്. ടാക്സ് കൂട്ടുക, സബ്സിഡി കുറയ്ക്കുക. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്താണ് ഫാക്ടർ കോസ്റ്റും ബേസിക് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഉള്ള വ്യത്യാസം. നമ്മുടെ MRP പോലെ തന്നെ. പക്ഷെ MRP എന്താ? മാർക്കറ്റിന്റെ മിനിമം റീറ്റെയിൽ പ്രൈസാ, മാർക്കറ്റ് പ്രൈസ് അല്ല. മിനിമം റീറ്റെയിൽ പ്രൈസ്, ആ മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അത്രയും പൈസക്ക് വിൽക്കാമുള്ളൂ, അതിന്റെ മുകളിലേക്ക് വിൽക്കാൻ പാടില്ല. സോ MRP എന്ന് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ചോദിക്കാം. അത് മാക്സിമം റീറ്റെയിൽ പ്രൈസാ, അതിൽ കൂട്ടി വിൽക്കരുത് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് നമ്മളിപ്പോ ഇവിടെ എന്ത് കണ്ടു? ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും നമ്മൾ വ്യത്യാസം കണ്ടു. ഈ ഫാക്ടർ കോസ്റ്റിലേക്ക് പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്റ്റ് ടാക്സും രണ്ടും കൂടെ കൂട്ടിയാൽ, പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്റ്റ് ടാക്സും കൂട്ടുകയും പ്രൊഡക്ഷൻ സബ്സിഡിയും പ്രൊഡക്റ്റ് സബ്സിഡിയും കുറയ്ക്കുകയും ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും. നമുക്ക് മനസ്സിലായി. സോ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും നമ്മൾ വ്യത്യാസം മനസ്സിലായി. ഓക്കെ ആണേ. ഇനി നോമിനൽ പ്രൈസ് അതുപോലെ ബേസ് പ്രൈസ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ നേരത്തെ ബേസിക് പ്രൈസ് കണ്ടു, അതുപോലെ തന്നെ നോമിനൽ പ്രൈസും ബേസ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോമിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുക 2010 ഞാൻ എന്ത് ചെയ്തു? ഒരു കാർ വാങ്ങിച്ചു. 2010 ഒരു കാർ വാങ്ങിച്ചു, 10 ലക്ഷം രൂപയായി. സെയിം കാർ, ഒരു വ്യത്യാസവും ഇല്ല. ടാറ്റയുടെ ഒരു നെക്സോൺ ആണെന്ന് വിചാരിക്കും. ഞാൻ ടാറ്റ നെക്സോൺ 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു. സെയിം കാർ 2015 ആയപ്പോഴേക്കും എനിക്ക് എന്തായി? 12 ലക്ഷം രൂപയായി വില. ടാറ്റ നെക്സോൺ തന്നെ. ഓക്കെ, 2010 ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച കാറ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 12 ലക്ഷം രൂപയായി. എന്താ? അവിടെ ഒരു വിലക്കയറ്റം നടന്നു, പണപ്പെരുപ്പം സംഭവിച്ചു, വിലക്കയറ്റം സംഭവിച്ചു. പണപ്പെരുപ്പം അല്ല, വിലക്കയറ്റം, ഇൻഫ്ലേഷൻ എന്ന് പറയും. 2 ലക്ഷം രൂപയുടെ വിലക്കയറ്റം ഉണ്ടായി, 2 ലക്ഷം രൂപയുടെ വിലക്കയറ്റം. ഓക്കെ, ശരിക്കും അവിടെ ഈ 2 ലക്ഷം രൂപ കൂടി നമ്മുടെ വരുമാനത്തിന് കൂട്ടാൻ പറ്റുമോ? കാരണം വരുമാനമാണോ? അല്ല, അവിടെ വില കയറിയതാ കുറെ അവസ്ഥകൾ കാരണം. ആ വട്ടത്തെ എന്തോ കുഴപ്പങ്ങൾ കാരണം, വിലക്കയറ്റം കാരണമാണ് അത്രയും പൈസ വന്നത്. അത് വരുമാനമല്ല. അതിന് 10 ലക്ഷം രൂപ വരുമാനം, പക്ഷെ എന്താ? 2 ലക്ഷം രൂപ വിലക്കയറ്റം വന്നു. സോ നമ്മൾ അവിടെ എന്താ കണക്കൂട്ടുക? ശരിക്കും നമുക്ക് 10 ലക്ഷം കണക്കൂട്ടാൻ പാടുള്ളൂ, 12 ലക്ഷം കണക്കൂട്ടാൻ പാടില്ല. ഈ 12 ലക്ഷം എന്നുള്ളത് നോമിനൽ പ്രൈസ് ആണ്. ബേസിക് പ്രൈസ് എത്രയാ? ഈ 10 ലക്ഷമാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ, ഏറ്റവും ഇൻഫ്ലേഷൻ കുറഞ്ഞ ഒരു കൊല്ലത്തിനെ നമ്മൾ 2012 ഇപ്പൊ നോക്കുന്നത്. 2012 ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ ഒരു കൊല്ലം. ആ കൊല്ലത്തിലുള്ള എല്ലാ സാധനങ്ങളുടെയും വില കണക്കൂട്ടി വെക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും വില കൂട്ടുന്നത്. ഇപ്പോ നമ്മുടെ ഒരു കാറിന്റെ വില 12 ലക്ഷം ആണെങ്കിൽ പോലും നമ്മൾ 2010 ഇൻഫ്ലേഷൻ ഇല്ലാത്ത 10 ലക്ഷം ആണെങ്കിൽ അതേ കൂട്ടുള്ളൂ. എന്നാലല്ലേ കറക്റ്റ് കണക്ക് കിട്ടുള്ളൂ. സോ ബേസ് പ്രൈസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഇയർ ഇസ് എ സ്പെസിഫിക് ഇയർ ബെഞ്ച് മാർക്ക്. ഇപ്പൊ 2012 ബെഞ്ച് മാർക്ക് എടുത്തു, 2012 എന്നുള്ള ഇയർ നമ്മൾ എടുത്തു. മെഷർ എക്കണോമിക് ചേഞ്ചസ് ഓവർ എ ടൈം, പ്രൈസസ് ഓവർ എ സ്റ്റേബിൾ ഇയർ. അതൊരു സ്റ്റേബിൾ ഇയർ ആണെന്ന് മനസ്സിലാക്കി അപ്പോഴത്തെ വില വിവര പട്ടിക നമ്മൾ എഴുതി വെച്ചു. ഓരോന്നിന് എന്താ വില, അരിക്ക് എന്താ വില, ഗോതമ്പിന് എന്താ വില എന്ന് എഴുതി വെച്ചു. ആ വില വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ എല്ലാ കൊല്ലവും 2024 വന്നപ്പോ അരിക്ക് 60 രൂപയാണ്, അന്ന് 35 രൂപ ഉള്ളെങ്കിൽ അത് വിലക്കയറ്റമാണ്, 35 രൂപയിൽ വേണം നമ്മൾ കണക്കൂട്ടാൻ. അത് നമ്മൾ കറന്റ് പ്രൈസ് എന്ന് വിളിക്കും.
ബേസിക്കലി പറഞ്ഞാൽ ഇപ്പോഴുള്ള 2025 കറന്റ് പ്രൈസ് എന്നും അല്ലെങ്കിൽ നോമിനൽ പ്രൈസ് എന്നും വിളിക്കും. ഇപ്പോൾ നിലവിലുള്ളത് അത് വിലക്കയറ്റം ബാധിച്ചിട്ടുള്ള പൈസയാണ്. അതല്ലാതെ വിലക്കയറ്റം ഏറ്റവും കുറവുള്ള കൊല്ലം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് നമ്മൾ ആ കൊല്ലത്തിലെ പൈസ നമ്മൾ കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് വിളിക്കും. ആ കൊല്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് വിളിക്കും. അതിനെ റിയൽ പ്രൈസ് എന്നും വിളിക്കും. ശരിക്കുള്ള വില അതല്ലേ? ഇൻഫ്ലേഷൻ ഇല്ലാത്ത വില അതല്ലേ? സോ അതിനെ റിയൽ പ്രൈസ് എന്ന് വിളിക്കും. സോ നോമിനൽ പ്രൈസ് എന്താ? നോമിനൽ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ്. ഏതെങ്കിലും ഒരു ചരക്കിന്റെയോ സേവനത്തിന്റെയോ പൈസ ഇൻ കറണ്ട് ഇയർ, ഇപ്പോഴത്തെ കറണ്ട് ഇയർ ഈസ് കോൾഡ് ആസ് നോമിനൽ പ്രൈസ് ഓർ കറണ്ട് പ്രൈസ്. പക്ഷെ ഇതിൽ എന്തുണ്ടാവും? ഇതിൽ വിലക്കയറ്റം വന്നത് നമ്മൾ അറിയില്ല. ഇതിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. സോ നമുക്ക് ഇത് കറക്റ്റ് വാല്യൂ തരോ? ഇല്ല. അപ്പൊ നമ്മൾ ബേസ് പ്രൈസ് വെച്ചിട്ട് ഒരു ബേസ് ഇയർ എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കുന്ന 2012 വിലയാണ്. 2012 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബെഞ്ച് മാർക്ക് ആക്കി വെക്കും. അപ്പോഴത്തെ പൈസ വെച്ചിട്ടായിരിക്കും നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. സോ അതാണ് ബേസ് ഇയറും നോമിനൽ ഇയറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് ഞാൻ ലാസ്റ്റ് പറയാം. അടുത്തത് റിയൽ ഇൻകവും നോമിനൽ ഇൻകവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ട് പ്രൈസ്, ഈ കറണ്ട് പ്രൈസ് വെച്ച് കണക്കാക്കുമ്പോൾ കിട്ടുന്ന ഇൻകം, നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിനെ നമ്മൾ എന്ത് വിളിക്കും? നോമിനൽ ഇൻകം എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് പ്രൈസ് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വിലക്കയറ്റം ബാധിക്കാത്ത പ്രൈസ് വെച്ചിട്ടുള്ള ഇൻകത്തിനെ നമ്മൾ എന്ത് വിളിക്കും? റിയൽ ഇൻകം എന്ന് വിളിക്കും. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, റിയൽ ഇൻകം എന്ന് വിളിക്കും. സോ എന്താണ് റിയൽ ഇൻകം? റിയൽ GDP അല്ലെങ്കിൽ റിയൽ ഇൻകം, റിയൽ GDP, റിയൽ നാഷണൽ ഇൻകം. GDP നാഷണൽ ഇൻകം ഇപ്പൊ ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. റിയൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ the value of country's total goods and services. ഒരു രാജ്യത്തിന്റെ മൊത്തം സേവനങ്ങളും ചരക്കുകളും അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ ഓർ ഡീഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കുറച്ചിട്ടുള്ളത്, വിലക്കയറ്റം കുറച്ചിട്ടുള്ളത്, അതായത് കോൺസ്റ്റന്റ് പ്രൈസ് വെച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വിലക്കയറ്റം കുറച്ചിട്ടുള്ളത്. വിലക്കയറ്റം കുറച്ചിട്ടുള്ള GDP-നെയാണ് നമ്മൾ റിയൽ GDP എന്ന് പറഞ്ഞത്. എന്നാൽ വിലക്കയറ്റം ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ കൊല്ലമുള്ള വില ചുമ്മാ കണക്കൂട്ടിയാൽ അതിനെ നോമിനൽ GDP എന്ന് പറയും. ഇപ്പൊ മനസ്സിലായില്ല എന്തിനാ റിയലും നോമിനലും എടുക്കുന്നതെന്ന്? റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊല്ലത്തെ വിലയല്ല, സാധാരണ അതിന് എന്ത് വിലയെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ വില വെച്ചിട്ടാണ് കണക്കൂട്ടുന്നത്. ആ കൊല്ലം വിലക്കയറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂല. ആ സമയത്ത് നോമിനൽ GDP-യിൽ ആ കൊല്ലത്തെ നോക്കുള്ളൂ. വിലക്കയറ്റം ഒന്നും പ്രശ്നമല്ല. വിലക്കയറ്റം നോക്കി ശരിക്കുമുള്ള വില കിട്ടുന്നതിനെ റിയൽ GDP എന്ന് വിളിക്കും, ശരിക്കുള്ള GDP. അതല്ല നോമിനൽ ആയിട്ട് പേരിന് നമ്മൾ ആ കൊല്ലത്തെ GDP കണ്ടുപിടിക്കുന്നത് നോമിനൽ GDP, പേരിനുള്ള GDP ആണെന്ന് മനസ്സിലാക്കുക. അത്രയാണ് റിയലും നോമിനലും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഡൊമസ്റ്റിക് ഇൻകവും നാഷണൽ ഇൻകവും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് ഡൊമസ്റ്റിക് ഇൻകം? ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വരുമാനമാണ്. ആഭ്യന്തര വരുമാനം. നാഷണൽ ഇൻകം എന്താ? ദേശീയ വരുമാനം. എന്താണ് ഇവിടെ തമ്മിലുള്ള വ്യത്യാസം? ആഭ്യന്തര വരുമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എന്തിനേയും നമുക്ക് ആഭ്യന്തര വരുമാനം എന്ന് കൂട്ടാം. ഗൂഗിൾ എന്ന് പറയുന്ന ഒരു കമ്പനി അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അല്ലെങ്കിൽ സുസുക്കി എന്ന് പറയുന്ന കമ്പനി ജാപ്പനീസ് ബേസ്ഡ് കമ്പനിയാണ്, അല്ലെ? അല്ലെങ്കിൽ ചൈനയുടെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റെഡ്മി പോലെ. സോ ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ സാധനമാവോ? അത് ചൈനയുടെയും അമേരിക്കയുടെയും ജപ്പാന്റെയും സാധനമല്ലേ? പക്ഷേ GDP-യില് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻകത്തില് ഇന്ത്യയുടെ ഉള്ളില് വിറ്റാ മതി, ആ പ്രൊഡക്റ്റ് ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി, GDP ആവും. ആ സമയത്ത് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ഉണ്ടാക്കിയതായിരിക്കണം. ഫോർ എക്സാമ്പിൾ ലുലുമാൾ എവിടെയുണ്ട്? ഗൾഫിലുണ്ട്. അല്ലെങ്കിൽ രവി പിള്ള അസോസിയേറ്റ്സ് അല്ലെ രവി പിള്ളയുടെ കുറെ കമ്പനികൾ ഇംഗ്ലണ്ടിലുണ്ട്. ഓക്കെ, ഒരു ഇന്ത്യക്കാരന്റെ ഏത് സംരംഭമായാലും അത് എവിടെ ആയാലും അത് നാഷണൽ ഇൻകത്തിൽ വരും. ഓക്കെ, ഇന്ത്യക്കാരന്റെ അതായത് ഇന്ത്യൻ നാഷണൽ ഇൻകത്തില് ഇന്ത്യക്കാരുടെ മൊത്തം വരുമാനവും ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻകത്തിലും ഇന്ത്യയുടെ ഉള്ളിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ ഉണ്ടാക്കുന്ന വരുമാനമാണ് വരിക. അപ്പൊ അതിൽ ഇന്ത്യക്കാരുടെ വരുമാനമാണെന്ന് നിർബന്ധമില്ല. ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളുടെ ആവാം, ഇന്ത്യയിൽ വിട്ടാൽ മതി. MNCs കേട്ടുണ്ടാവും, മൾട്ടിനാഷണൽ കമ്പനീസ്, ഒരുപാട് രാജ്യങ്ങളുള്ള കമ്പനീസ്. ഗൂഗിൾ പോലെ, സുസുക്കി പോലെ, സാംസങ് പോലെ, റെഡ്മി പോലെ. ഓക്കെ, മോട്ടറോള ഇന്ത്യൻ കമ്പനി ആകുമ്പോൾ മാരുതി ഇന്ത്യൻ കമ്പനി ആകുമ്പോൾ സുസുക്കി പുറത്തുള്ള കമ്പനിയാണ്. ഓക്കെ, അതുപോലുള്ള
പുറത്തുള്ള കമ്പനികളാണോ അകത്തുള്ള കമ്പനികളാണോ നോക്കാതെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം ഇന്ത്യയുടെ ഉൽപാദനമായിട്ട് കാണുന്നതിനെ GDP അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴോ ഇന്ത്യക്കാരൻ ഉണ്ടാക്കണം. ഗൂഗിൾ ഉണ്ടാക്കിയത് കൂട്ടൂല, സാംസങ് ഉണ്ടാക്കിയത് കൂട്ടൂല. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ക്രിക്കറ്റ് കളി നടക്കാന്ന് വിചാരിക്കും. റിക്കി പോണ്ടിങ് ഇന്ത്യയിൽ വന്ന് കളിച്ചിട്ട് ഇന്ത്യയിൽ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്ന പൈസ റിക്കി പോണ്ടിങ്ങിന്റെ നാഷണൽ ഇൻകം ആയിട്ട് അവരോട് എവിടെ ഓസ്ട്രേലിയൻ നാഷണൽ ഇൻകം ഇന്ത്യയുടെ GDP-യിൽ വരും. ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിൽ വന്നെങ്കിൽ യുവരാജ് സിംഗോ കോഹ്ലിയോ സേവാഗോ സച്ചിനോ ഉണ്ടാക്കുന്നതായിരിക്കണം. ഓക്കെ, റിക്കി പോണ്ടിങ്ങോ സ്റ്റീവ് സ്മിത്തോ അല്ലെങ്കിൽ രഘുഷാങ്ങോ അവരാരിൽ ഉണ്ടാക്കുന്ന പൈസ എവിടെ പോളൂ? ഓസ്ട്രേലിയയുടെ GNP-യിലും ഇന്ത്യയുടെ GDP-യിലും ഡൊമസ്റ്റിക് ഇൻകത്തിലാണ് വരുന്നത്. നാഷണൽ ഇൻകത്തിൽ വരുന്നത് ആ നാഷണൽ സിറ്റിസൺസ് ഉണ്ടാക്കുന്നതായിരിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് ഡൊമസ്റ്റിക് ഇൻകം നാഷണൽ ഇൻകം തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എന്താ നോക്കാം? മെഷേഴ്സ് ദ എക്കണോമിക് ആക്ടിവിറ്റി വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഡൊമസ്റ്റിക് ബൗണ്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ബൗണ്ടറിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എല്ലാം GDP-യിൽ വരും. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ സമയത്ത് നാഷണൽ ഇൻകം, ഞാൻ GDP എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻകത്തിന്റെ കറക്റ്റ് എക്സാമ്പിൾ ആണ് GDP. നാഷണൽ ഇൻകം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദ മെഷേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ കൺട്രി ഇൻക്ലൂഡിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ സോഴ്സസ്. അത് അയാളിപ്പോ അമേരിക്കയിലായിക്കോട്ടെ ഗൾഫിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇന്ത്യക്കാരനാണെങ്കിൽ നാഷണൽ ഇൻകത്തിൽ വരും, നമ്മുടെ യൂസുഫ് അലി പോലെ. ഓക്കെ, സോ ഇതാണ് നാഷണൽ ഇൻകവും ഡൊമസ്റ്റിക് ഇൻകവും തമ്മിലുള്ള വ്യത്യാസം. ഇതെങ്ങനെ കണക്കൂട്ടുക? നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഇവിടെ ഒരു 100 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, യൂസുഫ് അലി ഒരു 10 കോടി രൂപ ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ശരിക്കും ഇന്ത്യയുടെ എത്ര ഉണ്ട് അതിനകത്തുനിന്ന്? ശരിക്കും ഇന്ത്യയുടെ 10 കോടി രൂപ ഇന്ത്യയിലുണ്ട്, മൈനസ് 100 കോടി രൂപ ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഗൂഗിൾ അടിച്ചോണ്ട് പോയി. ശരിക്കും -90 നമ്മുടെ ഉള്ളത്. ഓക്കെ, വേണമെങ്കിൽ മാറ്റി പറഞ്ഞുതരാം, പ്ലസ് വരുന്ന പറഞ്ഞുതരാം. -90 എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കൊണ്ടുപോയി ഇന്ത്യക്കാർ പുറത്തുപോയി കുറച്ചും ഉണ്ടാക്കുന്നത്. ഇന്ത്യ അത്ര രക്ഷപ്പെടാത്തതുകൊണ്ട്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ വേറെ കണക്കാക്കാം. ഫോർ എക്സാമ്പിൾ സച്ചിൻ പോയിട്ട് 100 കോടി രൂപ പുറത്തൊരു രാജ്യത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഒരു ശ്രീലങ്കക്കാരൻ ഇന്ത്യയിൽ വന്നിട്ട് 1 കോടി രൂപയാണ് അയാൾക്ക് വരുമാനം കിട്ടുന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പൈസയും കൊടുക്കുന്ന പൈസയും കുറയ്ക്കുമ്പോൾ ഇന്ത്യക്ക് എത്ര കിട്ടും? സച്ചിൻ 100 കോടി ഉണ്ടാക്കി, ശ്രീലങ്കക്കാരൻ 1 കോടി കൊണ്ടുപോയി. 99 കോടി രൂപ ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിൽ വരും. ഓക്കെ, സോ ഇന്ത്യ എങ്ങനെ കണ്ടുപിടിക്കും? പുറത്തുനിന്നുള്ള വരുമാനം മൈനസ് അകത്തുള്ള വരുമാനം. അപ്പൊ നമുക്ക് മൊത്തം നമ്മുടെ പുറത്തും അകത്തുള്ള വരുമാനം മനസ്സിലാവും. അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ്. എബ്രോഡ് ഇൻകം, ഇവിടെയുള്ള ഇൻകം, പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻകം, പുറത്തുനിന്ന് കിട്ടുന്ന ഇൻകം. ഓക്കെ, എനിക്ക് കിട്ടാനുള്ള ഇൻകം, ഞാൻ കൊടുക്കുന്ന ഇൻകം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറലോകമായിട്ടുള്ള ഇൻകം കിട്ടൂലേ? സോ ഇന്ത്യയുടെ എബ്രോഡ്, ഇന്ത്യയും പുറലോകവുമായിട്ടുള്ള ഇൻകം കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ NFIA അല്ലെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് എന്ന് പറയുന്നത്. എബ്രോഡ് എന്ന് വെച്ചാൽ എന്താ? പുറത്തുള്ളത്. നെറ്റ് ഫാക്ടർ ഇൻകം മൊത്തത്തിലുള്ള ഫാക്ടർ ഇൻകം. ഓക്കെ, അതിൽ വരാനുള്ളത് എന്ത് ചെയ്തു? കൂട്ടി, പോയതെല്ലാം കുറച്ചു. ഇത്രയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഡൊമസ്റ്റിക്, എന്താണ് നാഷണൽ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു എന്ത്? കോൺസ്റ്റന്റും കറന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോൺസ്റ്റന്റിലും കറന്റിലും വെച്ച് നോക്കുമ്പോൾ കറന്റില് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഉണ്ട്. കോൺസ്റ്റന്റില് ഇൻഫ്ലേഷൻ ഇല്ല. ഇതാണ് ഫസ്റ്റ് വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം മനസ്സിലാക്കാം. ഡൊമസ്റ്റിക് വേഴ്സസ് നാഷണൽ. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ആഭ്യന്തരം, ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എന്തും. അതില് പുറത്തുള്ള രാജ്യക്കാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയാലും പ്രശ്നമല്ല, വിത്തിൻ ഇന്ത്യ. നാഷണലോ വിത്തിൻ ഓർ ഔട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉള്ളിലോ പുറത്തോ ആവാം. ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം, ഇന്ത്യക്കാരനായിരിക്കണം. എന്നല്ലാണ് ഇന്ത്യൻ നാഷണൽ ഇൻകത്തിൽ കൂട്ടുള്ളൂ. ഇനി എന്താ ഉള്ളത്? നമ്മൾ കറണ്ട് പ്രൈസ് പറഞ്ഞു, ഡൊമസ്റ്റിക് നാഷണൽ പറഞ്ഞു. ഇനി ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫാക്ടർ കോസ്റ്റിൽ ടാക്സ് ഇല്ല, മാർക്കറ്റ് പ്രൈസിൽ ടാക്സ് ഉണ്ട്. 2 തരം ടാക്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്റ്റ് ടാക്സും. ടാക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും കേട്ടോ. ഞാൻ ബേസിക് ആയിട്ടുള്ള ഈ 3 വ്യത്യാസങ്ങൾ പറഞ്ഞു.
ഇനി നമുക്ക് ജി ഡി പിയിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ജി ഡി പി ഇക്വേഷൻ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരും എന്താണ് ജി ഡി പിയുടെ ഇക്വേഷൻ എന്ന്. അപ്പൊ നമുക്ക് ജി ഡി പി നോക്കാം. എന്താണ് ജി ഡി പി നോക്കാം. ജി ഡി പിയുടെ പല തരത്തിലുള്ള ജി ഡി പിയുടെ ടൈപ്സും ഉണ്ട്. അല്ലെങ്കിൽ നാഷണൽ ഇൻകം നോക്കാം. നാഷണൽ ഇൻകത്തിലെ പല ടൈപ്പ് ഉണ്ട്. ഈ പറയുന്ന 4 ആൾക്കാരെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ എന്നാലും എങ്ങനെയാണിത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം. നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ദാക്ഷായണി ബിസ്ക്കറ്റിന്റെ ബിസ്ക്കറ്റ് കമ്പനി ഉണ്ട്. ആ ബിസ്ക്കറ്റ് കമ്പനിയിൽ ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം 1 കോടി രൂപയുടെ ഒരു മെഷീൻ വാങ്ങിച്ചു എന്ന് ഓർക്കുക. ആ മെഷീൻ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞപ്പോ ആ മെഷീന്റെ തേയ്മാനം കാരണം, അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ എന്ന് പറയും. എന്താണ് വിയർ ആൻഡ് ടിയർ? തേയ്മാനം കാരണം അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കാരണം നമ്മളൊരു 10 ലക്ഷം രൂപ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 10 ലക്ഷം രൂപ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തു? മുടക്കി എന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമ്മുടെ മെഷീന്റെ വില 1 കോടി രൂപയാണെങ്കിലും നമ്മളവിടെ മുടക്കിയത് എത്രയാ? പിന്നെ മെയിൻ്റെനൻസിന് വേണ്ടി 10 ലക്ഷം രൂപ മുടക്കി. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ ഇപ്പോൾ ശരിക്കുമുള്ള വില എത്രയേ പാടുള്ളൂ? 90 ലക്ഷം രൂപയെ ആ മെഷീന് വില പാടുള്ളൂ, അല്ലെ? പക്ഷെ നമ്മൾ ഈ തേയ്മാനം കണക്ക് കൂട്ടിയില്ലെങ്കിൽ, ഈ 10 ലക്ഷത്തിന്റെ തേയ്മാനം കണക്ക് കൂട്ടിയില്ലെങ്കിൽ 1 കോടി രൂപയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ മെഷീന്റെ വിലയായിട്ട് കണക്ക് കൂട്ടുക, അല്ലെ? ഓക്കെ, സോ അങ്ങനെ വരുന്ന ഈ തേയ്മാനം കണക്ക് കൂട്ടാതെയുള്ള ഈ 1 ലക്ഷത്തിന് നമ്മൾ ഗ്രോസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ തേയ്മാനത്തിനെ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നു. ഡിപ്രിസിയേഷൻ. തേയ്മാനം കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ട് ഗ്രോസിൽ ഉണ്ടാവുന്ന കുറവ് കഴിച്ചിട്ടുള്ളത് നമ്മൾ നെറ്റ് വാല്യൂ എന്ന് വിളിക്കുന്നു. നെറ്റ് വാല്യൂ. സോ ഗ്രോസ് വാല്യൂ, നെറ്റ് വാല്യൂ, ഡിപ്രിസിയേഷൻ. ഓക്കെ, ഗ്രോസ് വാല്യൂ, നെറ്റ് വാല്യൂ, ഡിപ്രിസിയേഷൻ. എന്താണ് ഡിപ്രിസിയേഷൻ? ഈസ് ദ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസെറ്റ്സ്. നമ്മുടെ കയ്യിലുള്ള അസെറ്റ്, നമ്മളുള്ള ഒരു കമ്പനിയിലെ ക്യാപിറ്റൽ എന്തോ ആയിക്കോട്ടെ, കുറെ മെഷീനുകൾ ആയിക്കോട്ടെ, എന്തോ ക്യാപിറ്റൽ ആയിക്കോട്ടെ, അതിന്റെ ഡിക്രീസ്, വാല്യൂവിൽ, മൂല്യത്തിലുള്ള കുറവ്. ആൻഡ് ദ മെത്തേഡ് യൂസ്ഡ് ടു റീലൊക്കേറ്റ്, റൈറ്റ് ഡൗൺ ദ കോസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ അസെറ്റ്. നമുക്ക് തൊടാൻ പറ്റുന്ന, പിടിക്കാൻ പറ്റുന്ന എല്ലാ അസെറ്റ്, ആ അസെറ്റിലുള്ള വിയർ ആൻഡ് ടിയർ, ഒരു എക്യുപ്മെന്റ് പോലെയുള്ള ഒരു മെഷീന്റെയോ ഒരു വിയർ ആൻഡ് ടിയർ, നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നന്നാക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കിയത്, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ടോ, നന്നാക്കിയിട്ടുണ്ടോ, അതിന് ചെലവായതാണ് ഡിപ്രിസിയേഷൻ. ആ പൈസയാണ് ഡിപ്രിസിയേഷൻ. ഈ ഡിപ്രിസിയേഷന് വേണ്ടി നമ്മൾ ചെലവാക്കിയത്, നമ്മൾ കൂട്ടിയിട്ടുള്ള വാല്യൂവിന് നമ്മൾ ഡിപ്രിസിയേഷൻ പ്ലസ് നെറ്റ് എന്ന് പറയും. ഓക്കെ, ഗ്രോസ് എന്ന് പറഞ്ഞാൽ നെറ്റ് വാല്യൂ പ്ലസ് ഡിപ്രിസിയേഷൻ ആണ്. അപ്പൊ നെറ്റ് വാല്യൂ എന്താ? നെറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഗ്രോസ് വാല്യൂവിൽ നിന്ന്, ഈ 1 കോടിയിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷനെ കുറയ്ക്കണം. ഓക്കെ, നെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് മൈനസ് ഡിപ്രിസിയേഷൻ എന്ന് വരും. 1 കോടി രൂപയുടെ സ്ഥാനമാണ്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഒരു സിസ്റ്റം നമ്മൾ വാങ്ങിച്ചു. അതിലൊരു 10,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ മെയിൻ്റെനൻസിന് വർക്ക് ചെയ്തു. ഇപ്പൊ ശരിക്കും സിസ്റ്റത്തിന്റെ വില എത്രയാ? 90,000 രൂപ, 90,000 റുപ്പീസ്. ആ 90,000 റുപ്പീസ് നെറ്റ് വാല്യൂയും 1 ലക്ഷം രൂപ ഗ്രോസ് വാല്യൂയും 10,000 രൂപ ഡിപ്രിസിയേഷനും ആണെന്ന് ഓർത്തു വയ്ക്കുക. അതാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ നാഷണൽ ഇൻകത്തിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് നാഷണൽ ഇൻകം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൊത്തത്തിലുള്ള മണി വാല്യൂ, മൂല്യത്തിനെ കണക്കാക്കും. എത്ര നാളത്തെ? 1 ഇയറിലെ. എന്തിന്റെ? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ, ചരക്കുകളുടെയും സേവനത്തിന്റെയും 1 ഇയറിലുള്ള മൂല്യത്തിനെ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അതിന്റെ പല സൂചികൾ എന്തൊക്കെയാ? ഒരു സൂചിക, ഒരു സ്കെയിൽ എന്താ? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇത്രയും സൂചികളാണ് നമ്മൾ മെയിൻ ആയിട്ട് GDPക്ക് വേണ്ടി പഠിക്കുന്നത്. അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിന്റെ പല വെറൈറ്റി ആയിട്ടുള്ള സൂചികകൾ, പല സ്കെയിലുകളാണ് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. നാഷണൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഇന്ത്യയിലെ ആൾക്കാർ, ഇന്ത്യക്കാർ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുപോലെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആര് ഉൽപ്പാദിച്ചതിനകത്ത് ഉൾപ്പെടും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പുറത്തുള്ള ആൾക്കാർ ഉൽപ്പാദിപ്പിച്ചതിനെ എന്ത് ചെയ്യണം? അത് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഉൽപ്പാദിച്ചിട്ടുണ്ട്, പുറത്തുള്ള ഒരു കമ്പനിയാണ്. സോ എബ്രോഡ് കമ്പനി ഉൽപ്പാദിച്ചതിനെ കുറയ്ക്കണം. ഇന്ത്യക്കാരൻ, എബ്രോഡ് കമ്പനി, ഇന്ത്യൻ കമ്പനി ഉൽപ്പാദിച്ചതിനെ കൂട്ടണം. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഈ പുറത്തുനിന്നുള്ള ഉൽപ്പാദനം കുറയ്ക്കുകയും ഇന്ത്യയിലുള്ള ഉൽപ്പാദനം കൂട്ടുന്നതിന് വിളിക്കുന്ന പേരെന്താ? NFIA, നാഷണൽ നെറ്റ് ഫാക്ടറിംഗ് എബ്രോഡ്. സോ നാഷണൽ നിന്ന് ഡൊമസ്റ്റിക് കിട്ടണമെങ്കിൽ നെറ്റ് ഫാക്ടറിംഗ് എബ്രോഡ് എന്ത് ചെയ്യണം? അതും കൂടെ ഇവിടെ ഉൾപ്പെടുത്തണം. ഓക്കെ, അത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുള്ളൂ. എന്താ?
ഇന്ത്യക്കാരാണ് കൂടുതൽ ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. പൊതുവേ ഇത് എന്ത് ചെയ്യും, മൈനസാ വരാ. കാര്യം എന്താ, പുറത്തുനിന്നുള്ളവരാ കൂടുതൽ ഇവിടെ ഉണ്ടായിക്കൊണ്ട് പോകുന്നത്. സോ മൈനസാ വരാ. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. കൂട്ടാണ് ചെയ്യേണ്ടത്. ഡൊമസ്റ്റിക്കിന്റെ കൂടെ പുറത്തുനിന്നുള്ള വരുമാനവും അകത്തുനിന്നുള്ള വരുമാനക്കുറവും കൂടി കൂട്ടുമ്പോഴാണ് നാഷണൽ കിട്ടുക. അതുപോലെ തന്നെ ഗ്രോസിൽ നിന്ന് നെറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ കൂടെ ഉള്ളതാ. സോ നെറ്റിന്റെ കൂടെ ഡിപ്രിസിയേഷനോട് കൂട്ടിയാൽ എന്ത് കിട്ടും, ഗ്രോസ് കിട്ടും. ഓക്കെ അല്ലേ? സോ ഡൊമസ്റ്റിക് കിട്ടി, നാഷണൽ ഡൊമസ്റ്റിക് വ്യത്യാസം കിട്ടി, ഗ്രോസ് നെറ്റ് നമ്മളുടെ വ്യത്യാസം കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ചോദ്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ ജി ഡി പിയും GNP എല്ലാം എത്താൻ പറ്റുമോ? എത്താൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം. ഒന്നാമത്തത് GDP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം. എങ്ങനെ കിട്ടാ, GDP യിൽ നിന്ന് GNP യിലേക്ക് എത്തണം എന്ന് വിചാരിക്കും. GDP യിൽ നിന്ന് GNP യിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് എന്താ ഇടണേ, ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണലിലേക്ക് എത്തണം. ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണലിലേക്ക് എത്തണമെങ്കിൽ അതിനൂടെ എന്ത് ചെയ്യണം, ഡൊമസ്റ്റിക്കും നാഷണലുള്ള വ്യത്യാസം എന്താ GDP യിൽ നിന്ന് GNP യിൽ GDP യുടെ കൂടെ NFIA കൂടെ ചേർക്കാം. സോ GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA, പുറത്തുനിന്നുള്ള വരുമാനം കൂടി കൂട്ടുക. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി GDP യിൽ നിന്ന് നമുക്ക് ഏതാ ഇനി വേണ്ടത്? ഇനി നമുക്ക് GDP യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയില്ല. ഇന്ന് GDP യിൽ നിന്ന് NDP എങ്ങനെ കിട്ടുന്നത് കണ്ടുപിടിക്കാം. നമുക്ക് GDP യിൽ നിന്ന് NDP കിട്ടണം. അപ്പോ ഗ്രോസ് എന്നുള്ളത് നെറ്റായി മാറി, ഡൊമസ്റ്റിക് സെയിം തന്നെയാ. അപ്പോ എന്ത് ചെയ്യണം, നെറ്റിന്റെ കൂടെ ഡിപ്രിസിയേഷനോട് കൂട്ടണം. നെറ്റ് GDP കിട്ടണമെങ്കിൽ NDP യുടെ കൂടെ GDP യിൽ നിന്ന് NDP കിട്ടണമെങ്കിൽ എന്താ നമുക്ക് അവിടെ വേണ്ടത്, ഡിപ്രിസിയേഷനും കൂടെ കണക്കിലാക്കുക, തേയ്മാനം കൂടി കണക്കിലാക്കുക. ഗ്രോസിൽ ഓൾറെഡി തേയ്മാനമുണ്ട്, നെറ്റ് പ്ലസ് തേയ്മാനമാണ് ഗ്രോസ്. അല്ലെങ്കിൽ NDP എന്ന് പറയുന്നത് എന്താ, GDP പ്ലസ് ഡിപ്രിസിയേഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി NDP യിൽ നിന്ന് NNP യിലേക്ക് എത്തുന്നത് എങ്ങനെയാ, NDP യിൽ നിന്ന് NNP യിലേക്ക് എത്തുന്ന നെറ്റും കൂടെ സെയിം ആണ്. ഡൊമസ്റ്റിക് നാഷണലിലേക്ക് പോകുമ്പോൾ എന്തും കൂടെ വരും, NFIA കൂടെ കൂട്ടേണ്ട വരും. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാണ്ടാവും എനിക്ക് തോന്നുന്നു. അതായത് GDP നെ GNP ആക്കണമെങ്കിൽ ഡൊമസ്റ്റിക് മാറി നാഷണലായി നെറ്റ് ഫാക്ടറിങ് എബ്രോഡ് കൂട്ടണം. GDP യിൽ നിന്ന് NDP കിട്ടണമെങ്കിൽ ഗ്രോസ് മാറി നെറ്റായി. GDP യിൽ നിന്ന് NDP കിട്ടണമെങ്കിൽ ഗ്രോസ് മാറി അവിടെ നെറ്റായി. GDP യിൽ നിന്ന് NDP കിട്ടണമെങ്കിൽ ഡിപ്രിസിയേഷൻ. GNP യിൽ നിന്ന് NNP കിട്ടണമെങ്കിൽ വീണ്ടും ഡിപ്രിസിയേഷൻ. GDP യിൽ നിന്ന് NDP കിട്ടണമെങ്കിൽ എന്ത് പറ്റും, GDP യിൽ നിന്ന് NDP കിട്ടണമെങ്കിൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. ഓക്കെ. ഇനി GDP യുടെ കൂടെ ഡിപ്രിസിയേഷൻ കൂട്ടിയാൽ NDP കിട്ടും. GDP യുടെ കൂടെ എന്ത് കൂട്ടിയാലാ NDP കിട്ടുക, നെറ്റിന്റെ കൂടെ ഗ്രോസിന്റെ കൂടെ എന്ത് കൂട്ടിയാലാ NDP കിട്ടുക, നെറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ, നെറ്റിന്റെ കൂടെ ഡിപ്രിസിയേഷൻ. അപ്പൊ ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാലാണ് NDP കിട്ടുക. ഇനി GDP യിൽ നിന്ന് GNP കിട്ടണം. അതായത് ഡൊമസ്റ്റിക് എന്നുള്ളത് നാഷണൽ ആയി മാറി. അപ്പൊ എന്താ പറ്റുന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് ആണ് കൂട്ടേണ്ടത്. പുറത്തുനിന്നുള്ള വരുമാനം കൂടി കൂട്ടിയാൽ GDP യിൽ നിന്ന് GNP കിട്ടും. ഇനി NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് NNP കിട്ടണം എന്ന് വിചാരിക്കൂ. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നെറ്റും സെയിം ആണ്. ഡൊമസ്റ്റിക് നാഷണൽ ആകുമ്പോൾ എന്താ കൂട്ടേണ്ടത്, NFIA, നെറ്റ് ഫാക്ടറിങ് അബ്രോഡ്. പുറത്തുനിന്നുള്ളവരുടെ പൈസ കൂട്ടണം, അകത്തുനിന്നുള്ള പൈസ
അതും കൂടെ മാനേജ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ളവരെ കുറച്ചു, അകത്തുനിന്നുള്ളവരെ കൂട്ടി, അങ്ങനെ കിട്ടുന്നതാണ് NFI. NFI കൂടി കൂട്ടണം. ഇനി NDP GDP ആക്കി മാറ്റി വിചാരിക്കും. ഇവിടെ ഡിപ്രിസിയേഷൻ. എങ്ങനെ മറിച്ച് തിരിച്ചിട്ടാലും ആൻസർ ചെയ്യാൻ പറ്റും. കാര്യം എന്താ, നിങ്ങൾ അതിന്റെ കുരുക്കഴിച്ചു. നെറ്റിനെ ഗ്രോസ് ആക്കണമെങ്കിൽ ഡിപ്രിസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കണമെങ്കിൽ എന്ത് വേണം, ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കണ എന്ത് വേണം, NFI. ഇനി ഒരു എളുപ്പവഴിയൂടെ പറഞ്ഞുതരാം. ഈ 4 പേരാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് GDP-യിൽ നിന്ന് NNP-യിലേക്ക് എത്രയെന്ന് വിചാരിക്കും. അതായത് ഗ്രോസ് നെറ്റും ആവണം, ഡൊമസ്റ്റിക് നാഷണലും ആവണം. അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം GDP-യുടെ കൂടെ GDP-യിൽ നിന്ന് NDP ആവണമെങ്കിൽ NNP-യുടെ കൂടെ ആദ്യം നമുക്ക് നെറ്റിനെ ഗ്രോസ് ആക്കി മാറ്റാൻ വേണ്ടി ഡിപ്രിസിയേഷൻ കൂട്ടാം. പിന്നെ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ വേണ്ടിയിട്ട് NFI-യും കൂടെ കൂട്ടാം. ഇതും 3 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, GDP കിട്ടി. നേരത്തെ നമുക്ക് ഒരു വാല്യൂ മാറേണ്ടേ, നെറ്റിനെ ഗ്രോസ് ആക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ നമുക്ക് ഗ്രോസിനെ നെറ്റും ആക്കണം, ഡൊമസ്റ്റിക്കിനെ നാഷണലും ആക്കണം. സോ 2 കാര്യങ്ങൾ കൂട്ടിയാൽ മതി. ഓക്കെ, സോ എന്താ നമുക്ക് ഒന്നുകൂടെ പറയാം. GDP എന്ന് വെച്ചാൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം, GNP മൊത്ത ദേശീയ ഉൽപാദനം, NNP അറ്റ ദേശീയ ഉൽപാദനം, NDP അറ്റ ആഭ്യന്തര ഉൽപാദനം. ഓക്കെ, അടുത്തത് GDP എന്താന്ന് പറഞ്ഞു. GDP measures the total value of final goods and service produced in the border of the country. NDP നമ്മൾ ഡിപ്രിസിയേഷൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ, ഡിപ്രിസിയേഷൻ. GDP-യും NDP-യും തമ്മിലുള്ള വ്യത്യാസം സെയിം സാധനമാണ്. NDP is derived from GDP by subtracting value of depreciation, wear and tear of capital goods. Capital goods എന്ന് പറഞ്ഞാൽ കുറെ കാലം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഗുഡ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് വിളിക്കുന്നത്. വലിയ ഇൻസ്ട്രുമെന്റ്സിനെയും വലിയ മെഷീൻസിനെയൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സോ അതിനെ ഡിപ്രിസിയേഷൻ കൊണ്ട് കുറച്ചാൽ നമുക്ക് GDP കിട്ടും. ഓക്കെ, സോ GDP ഈസ് ഈക്വൽ ടു നെറ്റ് അല്ലെ NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ. NDP പ്ലസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, അടുത്തത് GDP-യിൽ നിന്ന് GNP കിട്ടണമെങ്കിലോ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, NFIA. എന്താണ്, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ദ ബോർഡർ ഓഫ് ദ കൺട്രി ആണ് ഇത് ഡൊമസ്റ്റിക്. നാഷണൽ ആകുമ്പോഴോ GNP measures the total final goods and service produced by the residents of the country. In the country ആണെന്ന് നിർബന്ധമില്ല, ആ കൺട്രിയിലെ ആളുകളായാൽ മതി. സോ ഇവിടെയുള്ള വ്യത്യാസം എന്താ, NFI ആണ്. GNP കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും കണ്ടുപിടിക്കും, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡും കണ്ടുപിടിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതും കണ്ടുപിടിക്കും, പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതും നോക്കും. അതാണ് NFI. സോ GDP-യും GNP തമ്മിലുള്ള വ്യത്യാസം എന്താ, NFI. നമുക്ക് ഇവിടെ നോക്കാം. NFI GDP എന്താന്ന് നമ്മൾ പറഞ്ഞു, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ഇൻ ദ കൺട്രി നമ്മൾ പറഞ്ഞു. GNP എന്താ, അവിടെ നമ്മൾ സിറ്റിസൺസ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ റെസിഡൻസ് ഉണ്ടാക്കിയത് നോക്കും. അപ്പൊ GNP GDP പ്ലസ് NFI എടുത്താൽ മതി. GDP-യുടെ കൂടെ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ വേണ്ടി NFI-യും കൂടെ ഇട്ടാൽ മതി. അതുപോലെ NNP, നമ്മൾ GNP-നെ NNP ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ വേണം. സോ NNP എന്ന് പറഞ്ഞാൽ GNP മൈനസ് ഡിപ്രിസിയേഷൻ. ഇനി NNP-നെ ഡൊമസ്റ്റിക് ആക്കണം അല്ലെങ്കിൽ NDP-നെ ഡൊമസ്റ്റിക് ആക്കണം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഡൊമസ്റ്റിക് ആകണമെങ്കിൽ NFI ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് NDP-നെ GDP ആക്കണമെങ്കിൽ ഡിപ്രിസിയേഷൻ, നെറ്റ് ഗ്രോസ് ആയി മാറുമ്പോൾ ഡിപ്രിസിയേഷൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് എന്തറിയണം, നെറ്റും ഗ്രോസും തമ്മിലുള്ള വ്യത്യാസം അറിയണം, ഡൊമസ്റ്റിക്കും നാഷണൽ വ്യത്യാസം അറിയണം, അതുപോലെ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം അറിയണം, കറന്റ് പ്രൈസും അതുപോലെ കോൺസ്റ്റന്റ് പ്രൈസിന്റെ വ്യത്യാസം അറിയണം. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ, നമുക്ക് ഇതിനകത്ത് ബാക്കി പഠിക്കാനുള്ളത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താ, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താ, അതുപോലെ കോൺസ്റ്റന്റ് പ്രൈസും ക്യാപിറ്റൽ പ്രൈസും വരുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസും കറന്റ് പ്രൈസും വരുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്, എന്താണ് GDP ഡിഫ്ലേറ്റർ, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് GDP ഡിഫ്ലേറ്റർ പഠിക്കാനുണ്ട്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ള വ്യത്യാസം പഠിക്കാനുണ്ട്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു പാർട്ടും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നാഷണൽ ഇൻകം ഫുള്ള് കംപ്ലീറ്റ് ആവും. ഓക്കെ, 2 ക്ലാസ്സാണ് നമുക്ക് നാഷണൽ ഇൻകത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതോടുകൂടി നിങ്ങൾക്ക് നാഷണൽ ഇൻകത്തിൽ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഡിഡക്ഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ഫ്രം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, GNP-നകത്ത് നിന്ന്
ഡിപ്രിസിയേഷൻ കുറച്ചു. അപ്പൊ ഗ്രോസ് എന്നുള്ളത് മാറി നെറ്റ് ആവും, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആവും. കോർപ്പറേറ്റ് അല്ല, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണോ? അല്ല. നാഷണൽ ഇൻകം ആണോ? അല്ല. സോ ഉത്തരം ഏതാണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഭയങ്കര എളുപ്പമായതുണ്ടോ? ഇതിനാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോളോയിങ് ഡിഫൈൻ ദ റിയൽ നാഷണൽ ഇൻകം. ഇതിൽ റിയൽ ആവുന്ന എപ്പോഴാ? നമ്മൾ കറന്റ് പ്രൈസ് എടുക്കുമ്പോഴാണോ കോൺസ്റ്റന്റ് പ്രൈസ് എടുക്കുമ്പോഴാണോ? ഇൻഫ്ലേഷൻ ഇല്ലാത്ത പ്രൈസ്, കോൺസ്റ്റന്റ് പ്രൈസ്. അതായത് GDP ആയിട്ട് കോൺസ്റ്റന്റ് പ്രൈസ് എടുത്താലാണ്. കറന്റ് എടുത്തു കഴിഞ്ഞാൽ അത് നോമിനൽ ആണ്. എന്താണ്? നോമിനൽ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കേസാണ്. അടുത്തത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസിൽ നിന്ന് നെറ്റ് കുറച്ചാൽ അതായത് ഡിപ്രീസിയേഷൻ കിട്ടും. അതായത് ഒരു കോടി രൂപയുടെ സാധനമാണ്, അതിനിപ്പോ 90 ലക്ഷം രൂപയാണ് വിലയുള്ളെങ്കിൽ 10 ലക്ഷം രൂപയാണ് ഡിപ്രീസിയേഷൻ. സോ GNP മൈനസ് NNP, ഗ്രോസ് മൈനസ് നെറ്റ്. നെറ്റിൽ നിന്ന് ഗ്രോസ് കുറച്ച കാര്യമുണ്ടോ? മൈനസ് വരും അല്ലെ? 90 1 കോടി രൂപ കുറച്ചാൽ -10 വരും അല്ലല്ലോ. ഡിപ്രീസിയേഷൻ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. സോ GNP. പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ടാക്സും ഒന്നുമല്ല. സോ അതിന്റെ ആൻസർ എന്താണ്? GNP മൈനസ് NNP. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ്? നമ്മൾ ഇൻകം മെത്തേഡ് പറഞ്ഞു, വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് പറഞ്ഞു, എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറഞ്ഞു. നമ്മളിവിടെ പറയാത്തത് എന്താ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇല്ല. ഓക്കെ, ഈ പ്രൊഡക്റ്റും വാല്യൂ ആഡഡും ഒന്ന് തന്നെയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറയും, വാല്യൂ ആഡഡിനെ പറ്റി പറയും. സോ പ്രൊഡക്റ്റും വാല്യൂ ആഡഡും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആളില്ല. ഈ 3 പേരെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഒരു മെത്തേഡ് അല്ല. ഏതൊക്കെയാ മെത്തേഡ്സ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, അതുപോലെ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. ഇത്രയും മെത്തേഡ്സ് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഷണൽ ഇൻകത്തിൽ പഠിക്കാനുള്ള. ഇനി നമുക്ക് GDP ഡിഫ്ലേറ്റർ പഠിക്കാനുണ്ട്, GDP FC, GDP MP, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇനിയും പഠിക്കാനുണ്ട്. 2 ക്ലാസ്സോട് കൂടി നമുക്ക് GDP മൊത്തം കവർ ചെയ്യാം. ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇതുവരെ നിങ്ങൾ പഠിച്ച പോലെ അല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു വരാം. ഇനി നിങ്ങൾക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും ചോദിച്ചാലും പറയാൻ പറ്റും എന്താ? ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം ഡിപ്രിസിയേഷൻ ആണ്. ഡൊമസ്റ്റിക്കും നാഷണൽ തമ്മിലുള്ള വ്യത്യാസം NFIA ആണ്. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് പ്രൈസും കറണ്ട് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻഫ്ലേഷൻ ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്കണോമിയിൽ പറയാനുള്ള. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.